Good afternoon, everyone. Good afternoon, ma'am. Afternoon, ma'am. Good afternoon. Okay, so let's start today's class with prayer. Okay, who's going to sing prayer? No. Yeah, okay, continue. There shall be showers of blessing. This is the promise of love. There shall be season refreshing, sent from the Savior above. Showers of blessing we need. Mercy drops round us are falling, but for the showers we plead. Mercy drops round us are falling, but for the showers we plead. Thank you. Okay, next. Sign Sita. Yeah, okay. You have to dream before your dream. Sign in by Prinisha. Yes, okay, next. God of day. Okay, thought of the day ആരാ പറയാ? അറിയില്ല? ഞാൻ പറയാം ma'am. Focus on the present. Don't let yesterday take up too much of today. Thank you. Okay, yeah. So clear. Okay, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? Sorry, വിശേഷങ്ങൾ. How are you all? Fine, ma'am. എല്ലാവരും ഹാപ്പി അല്ലേ? എല്ലാവരും ഇല്ലേ ഇന്ന്? ഉണ്ട്. എല്ലാരും വരണേ ഉള്ളൂ. അങ്ങനെയുള്ളൂ. യാ, വെയിറ്റ് ചെയ്യാം നമുക്ക്. ഓക്കെ, എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു? പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നു? പ്രിപ്പയർ ചെയ്തു എല്ലാവരും? റെഡി ആണ്? ആരൊക്കെയായിരുന്നു? ഗ്രൂപ്പ് നമ്പർ 1 ആരായിരുന്നു? Group number 1. Gopika, Gopika, Nusaiba, Mohsina. യെസ്, യാ, ഗോപിക. യാ, എല്ലാവരും ക്യാമറ കോൺഫിഡൻസ് റെഡി ആണ് എല്ലാവരും. യാ, വെരി ഗുഡ്. ഓക്കെ, അതുകൊണ്ട് എല്ലാവരും പ്രത്യേകിച്ച് ഗ്ലാമർ ഒക്കെ ആയിട്ട് ഇരിക്കുകയാണ്. ക്യാമറ ഓൺ ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചു. yes, ma'am. സത്യം അല്ലെ? അല്ലെങ്കിൽ പൊതുവെ ആരും അല്ലെ നമ്മൾ ഗസ്റ്റ് ആയിരിക്കില്ല ക്ലാസ്സിൽ. ക്യാമറ ഓൺ ചെയ്യേണ്ട, എല്ലാവരും കാണണ്ടേ എന്ന് വിചാരിച്ച് എല്ലാവരും സ്പെഷ്യൽ ആയിട്ട് റെഡി ആയിട്ട് വന്നിരിക്കും. അതെ മാം, അല്ലെങ്കിൽ വീട്ടിലാണെങ്കിൽ ടീഷർട്ട് ഇട്ടിരിക്കും, ചിലപ്പോ കുളിച്ചിട്ട് പോലും ഉണ്ടാവില്ല. ഇന്ന് കുളിച്ചു വരാൻ വേണ്ടി ഇന്ന് കുളിച്ചിട്ടുണ്ട് എല്ലാവരും അല്ലെ? ഓക്കെ, അപ്പൊ എല്ലാ ദിവസവും ഞാൻ ക്യാമറ ഓൺ ചെയ്യാൻ പറയാം. അങ്ങനെയെങ്കിൽ നേരത്തെ കുളിച്ച് റെഡി ആയിട്ടിരിക്കുമല്ലോ അല്ലേ? ഓക്കെ, സോ ഗ്രൂപ്പ് നമ്പർ 1 എല്ലാവരും ഉണ്ടല്ലോ. നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ, ക്ലാസ്സിൽ എല്ലാവരും ഇല്ലേ? വെയിറ്റ് ചെയ്യണോ? കുറച്ചു നേരം വെയിറ്റ് ചെയ്യല്ലേ മാം, അല്ലെങ്കിൽ അവർക്ക് മനസ്സിലായിട്ടില്ല എന്ന് പറയൂലേ? ഞാൻ ചോദിച്ചേ. അല്ല മാം, മിനിമം 40 സ്റ്റുഡൻസ് അല്ലേ? ഇന്നിപ്പോ 28 അല്ലേ ജോയിന്റ് ആയിട്ടുള്ളൂ അല്ലേ? 40 എബോ ഉണ്ടാവും അല്ലെ? എപ്പോഴും 47. നോക്കാം, ഒരു 5 മിനിറ്റ്സ് കൂടെ വെയിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ പിന്നെയും പറഞ്ഞു കൊടുക്കേണ്ടി വന്നാലോ? ഓക്കെ, അപ്പൊ നാളെ പ്രസന്റ് ചെയ്യാൻ പോകുന്നാരാ? കേക്കട്ടെ. ഞങ്ങൾ 4 പേര്. 4 പേരുണ്ട്. അഞ്ചാമൻ എവിടെ? അഞ്ചാമൻ പറയുന്നില്ല. പറയൂ. കഴിഞ്ഞ ക്ലാസ്സിൽ ആബ്സെന്റ് ആയിരുന്നോ? കുഴപ്പമില്ല. ഓക്കെ, ഞങ്ങള് ഒരു 2 ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആ ഗ്രൂപ്പിന് ഞാൻ നല്ലൊരു പണിയും കൊടുത്തിട്ടുണ്ട്. അവരാണ് ക്ലാസ് എടുക്കുന്നത്. അവരാണ് ഇന്നത്തെ ടീച്ചേഴ്സ്. ആരൊക്കെയായിരുന്നു? ഗോപിക, പിന്നെ ആരായിരുന്നു? ജിഷ എന്ന് പറഞ്ഞേ പേര്. ജിഷാന, ഗോപിക, ജിഷാന, ഫസീല, മുഹസിന, റജിത, പിന്നെ വന്നിട്ട് റിഷാന. മാം, ഞങ്ങളുടെ സെക്കൻഡ് ഗ്രൂപ്പിലെ 2 പേര് ഓൾറെഡി ആബ്സെന്റ് ആണ് കേട്ടോ. സെക്കൻഡ് ഗ്രൂപ്പിലെ
അവർക്ക് അർജന്റായിട്ട് അർജൻസി കാരണം കയറാൻ പറ്റിയില്ല. ബാക്കി ഞങ്ങള് 3 പേര് ചെയ്യാന്ന് ഒരാളെ ടോട്ടൽ 3 പേഴ്സൺസ് ഉള്ളു ഞങ്ങളുടെ ഇപ്പൊ. അപ്പോ അങ്ങനെയാണ് ഞങ്ങള് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. മിക്കവാറും നിങ്ങൾക്ക് എടുക്കേണ്ടി വരാൻ ചാൻസ് ഇല്ല. ഒരു മിക്കവാറും ഇന്ന് ഫുള്ള് ഗ്രൂപ്പ് നമ്പർ 1 ആയിരിക്കും ഹാൻഡിൽ ചെയ്യുക. പോരാത്തതിന് എന്റെ വീട്ടില് കറണ്ടും ഇല്ല. വെരി ഗുഡ്, എല്ലാം കൊണ്ട് നല്ലതാണ്. അപ്പൊ മിക്കവാറും നാളത്തേക്ക്, നാളെ ഇനി ക്ലാസ്, നാളെയല്ലോ ഫ്രൈഡേ. അപ്പൊ ഫ്രൈഡേ ആയിരിക്കും കേട്ടോ മിക്കവാറും നിങ്ങൾക്ക്. അപ്പൊ ആ ടൈമില് എല്ലാവരും ജോയിൻ ചെയ്യാൻ നോക്കണം കേട്ടോ, അതൊന്നും ശ്രദ്ധിക്കണം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ ഓക്കെ മാം, അത് അർജൻസി ആയതുകൊണ്ട് അപ്പൊ ഞങ്ങള് ഏറ്റെടുത്തുണ്ട് 2 പേര് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. 2 പേര്, ഒരാള് ടൈപ്പ് ചെയ്യാനും റെഡി ആയിട്ടുണ്ട്. 3 പേര് ഓക്കെയാണ്. അപ്പൊ നെക്സ്റ്റ് ക്ലാസ് ആകുമ്പോഴേക്കും എല്ലാവരും ജോയിൻ ചെയ്യാൻ നോക്കാം. പ്രസന്റ് ആയിരിക്കും അത് നോക്കാം. ഇത്തവണ മിക്കവാറും ഇവര് എടുക്കും. ഓക്കെ, ഗോപിക ഓൾറെഡി റെഡി ആയിട്ടിരിക്കുക. ഞാൻ മിസ് വിളിച്ചാൽ മാത്രം മതി എന്ന് പറഞ്ഞു. ഞാന് ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ, അതുകൊണ്ട് പിന്നെ വേറെ വഴിയില്ല. ഞാനോ നോക്കട്ടെ, കുഴപ്പമില്ല. പിന്നെ ഒരു കാര്യം, നിങ്ങളോട് പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ളത്, ടെൻഷൻ അടിക്കേണ്ട. ആരും ചേട്ടന ക്ലാസ് എടുക്കുന്നവര് പ്രത്യേകിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമേ ഇല്ല. ഓക്കെ, കൂൾ ആൻഡ് റിലാക്സ്ഡ് ആയിട്ട് ക്ലാസ് എടുക്കാം. പേടി വേണ്ട, ടെൻഷൻ വേണ്ട, നെർവസ്നെസ് വേണ്ട, അതൊന്നും വേണ്ട. നമുക്ക് ഇതൊന്നും ആവശ്യമില്ല. അതുകൊണ്ടാ ഞാൻ ഗോപിക റേഞ്ച് ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. റേഞ്ച് ഇല്ല മാം, കേൾക്കാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പോ ടെൻഷൻ ഒന്നും വേണ്ട. ഞാൻ പ്രത്യേകം പറയുന്നുണ്ട്, കൂൾ ആയിട്ട് ക്ലാസ് എടുക്കുക. നിങ്ങൾ എങ്ങനെയാണോ വീട്ടിൽ എങ്ങനെയാണോ നിങ്ങൾ മക്കൾക്ക് ക്ലാസ് എടുക്കുന്നത്, ആ രീതിയിൽ കൂൾ ആയിട്ട് ക്ലാസ് എടുക്കാം. ഓക്കെ, ട്യൂഷൻ എടുക്കുന്നവരുണ്ടാകാം. അപ്പോ നിങ്ങൾ പക്ഷെ പറയണത് അവർക്ക് മനസ്സിലായില്ല ടെൻഷൻ മനസ്സിലാവും. നന്നായിട്ട് പറയാൻ നോക്കാം. എല്ലാവരോടും കൂടിയാണ് കേട്ടോ, എല്ലാവരും ക്ലാസ് എടുക്കുന്ന എല്ലാവരോടും കൂടി പറയുന്നതാണ്. ഫ്രീ ആയിട്ട് എടുക്കാം, ഫ്രീ ആൻഡ് റിലാക്സ്ഡ് ആയിട്ട് ക്ലാസ് എടുക്കാം. ഓക്കെ, യെസ്. ഓക്കെ, അപ്പോ സ്റ്റാർട്ട് ചെയ്താലോ നമുക്ക്? ഇത് പറയുന്നു, ഇനി തുടങ്ങാം. ഓക്കെ മാം. ഞാൻ ഓരോരുത്തർ വന്നുകൊണ്ടിരിക്കുക. ഓക്കെ, തുടങ്ങട്ടെ മാം? സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ഓക്കെ, ഇനി പറയാ ഒരു കാര്യം, ഞാൻ സൈലന്റ് ആയിരിക്കും. എന്നോട് ചോദ്യമോ ഒന്നും വേണ്ട. ഞാൻ ക്ലാസ്സിൽ ഇവിടെ ഇരിക്കുന്ന ഒരു സ്റ്റുഡന്റ് മാത്രം. ഓക്കെ ഓക്കെ, സോ ഗോപികല്ലേ ഇപ്പൊ പറയുന്നേ? ഞാൻ ഗോപികനെ പോവാണ്. അപ്പൊ എല്ലാവർക്കും വിസിബിൾ ആണ്. യെസ്, ഓക്കെ, സ്റ്റാർട്ട്. ഒരു കുഞ്ഞാറ്റെ കറക്റ്റായിട്ട് തുടങ്ങാൻ നിൽക്കുമ്പോ മക്കൾ ഓരോരും ചോദിക്കണേ. ഞാൻ അപ്പഴും ഇങ്ങനെ പുറത്താക്കി വാല് ഡോർ ക്ലോസ് ചെയ്ത് വെച്ചായിരുന്നു. മാം തുടങ്ങട്ടെ മാം? ഗോപിക സൗണ്ട് ക്ലിയർ ആണ്, പക്ഷേ ക്യാമറ വീഡിയോ ഇടക്കിടക്ക് പോസ്റ്റ് ആകുന്നു, സ്ലോ അങ്ങനെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അതെയോ? ഇപ്പൊ ഓക്കെ ആണ്? റേഞ്ച് ഉണ്ട്. മാം ഇപ്പൊ ഓക്കെ ആണോ മാം? പറയൂ, സൗണ്ട് ഇപ്പൊ കുഴപ്പമില്ല. എല്ലാവർക്കും ഓക്കെ അല്ലേ എന്ന് പറയൂ, റെസ്പോണ്ട് ചെയ്യും എല്ലാവരും. ഓക്കെ അല്ലേ? ഓക്കെയാണ് മാം. മാം ഞാൻ ഇവിടെ ആയിരുന്നു മുമ്പ് ഇരുന്നിട്ടുണ്ട്. ഓക്കെ ആണോ മാം? പറയൂ. Good morning to all respected teachers and my dear friends. Today I am going to discuss about the topic is imperative sentence.
what is imperative sentence? In English, there are 4 types of sentence in our English grammar. First one is assertive sentence. Second one is interrogative sentence. Third one is imperative sentence. Fourth one is exclamatory sentence. Now we will discuss about what is imperative sentence. എന്താണ് imperative sentence എന്നാണ് പറയാൻ പോകുന്നത്. Imperative sentence is a sentence that is express command, request, order, advice, invitations, instructions, suggestions, extra like is called imperative sentence. Imperative sentence എന്ന് പറഞ്ഞാൽ അത് കമാൻഡ് ആയിട്ടും റിക്വസ്റ്റ് ആയിട്ടും ഓർഡർ ആയിട്ടും സജഷൻ, ഇൻവിറ്റേഷൻ, ഇൻസ്ട്രക്ഷൻസ്, വിഷസ് ആയിട്ടും ഇങ്ങനെ പല രീതിയിലുണ്ട്. ഇമ്പറേറ്റീവ് സെന്റൻസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ imperative sentence do not have subject. Imperative sentence start with a verb. വെർബിലാണ് എപ്പോഴും തുടങ്ങുന്നത്, അതിന് സബ്ജക്റ്റ് ഉണ്ടാവില്ല. എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. ഇപ്പൊ കമാൻഡ് ആയിട്ടാണ് ഇമ്പറേറ്റീവ് സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. ഫോർ എക്സാമ്പിൾ, സ്റ്റോപ്പ് ടോക്കിംഗ് എന്ന് പറഞ്ഞാൽ സംസാരം നിർത്തുക, അതൊരു കമാൻഡ് ആയിട്ടാണ്, പക്ഷെ അതൊരു ഇമ്പറേറ്റീവ് സെന്റൻസ്. നെക്സ്റ്റ്, ഓർഡർ ആയിട്ട് ഗെറ്റ് ഔട്ട് ഓഫ് ഹിയർ, ഇവിടെ നിന്നും പുറത്തേക്ക് പോകൂ എന്ന് പറയുന്ന ഓർഡർ ആണ്, അതും ഒരു ഇമ്പറേറ്റീവ് സെന്റൻസ് ആണ്. നെക്സ്റ്റ്, റിക്വസ്റ്റ് ആയിട്ട് എങ്ങനെയാ പറയുന്നത് വെച്ചാൽ പ്ലീസ് കമിൻ, അകത്തേക്ക് ദയവായി ഒന്ന് വരൂ എന്ന് പറഞ്ഞ് ഒരു റിക്വസ്റ്റ് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് സജഷനിലൂടെ എങ്ങനെയാണ് എന്ന് പറയണം നോക്കാം. ഇപ്പൊ നിർദ്ദേശം, ലെറ്റ്സ് ഗോ ഫോർ എ വർക്ക്, നമുക്കൊരു വാക്കിങ്ങിന് പോയാലോ എന്ന് ചോദിക്കുന്ന ഒരു സജഷൻ ആണ്. നെക്സ്റ്റ്, ഇൻവിറ്റേഷൻ എന്ന് പറയുന്നത് കം ടു ദ പാർട്ടി, പാർട്ടിക്ക് നമുക്ക് പോയാലോ, അല്ലെങ്കിൽ ജോയിൻ അസ് ഫോർ ഡിന്നറിന് ഞങ്ങളോടൊപ്പം വരൂ, ജോയിൻ ചെയ്യൂ എന്ന് പറയുന്നത് ഒരു ഇൻവിറ്റേഷൻ ആണ്. നെക്സ്റ്റ്, അഡ്വൈസ് എന്ന് പറയുന്നത് നെവർ ട്രസ്റ്റ് എ സ്ട്രേഞ്ചർ, കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയൊരു ഉപദേശമാണ്. അപരിചിതരെ ഒരിക്കലും വിശ്വസിക്കരുത്, അത് അഡ്വൈസിലൂടെ പറയണതാണ്. അടുത്തത്, പ്രൊഹിബിഷനിലൂടെയും നമുക്ക് ഇമ്പറേറ്റീവ് സെന്റൻസിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്, അത് പുകവലി ആരോഗ്യത്തിന് ഹാനികരം എന്ന് പറയണതും ഒരു ഇമ്പറേറ്റീവ് സെന്റൻസ് ആണ്, പക്ഷെ അത് എക്സ്പ്രസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പ്രൊഹിബിഷനിലൂടെ. ഇപ്പൊ വിഷസ്, നമ്മൾ ഹാപ്പി ബർത്ത്ഡേ, മേ ഗോഡ് ബ്ലസ് യു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിഷ് ചെയ്യണം, അതും ഒരു ഇമ്പറേറ്റീവ് സെന്റൻസ് ആണ്, പക്ഷെ വിഷസിലൂടെയാണ് അത് എക്സ്പ്രസ് ചെയ്യുന്നത്. നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ സ്കൂളിലും വീട്ടുകളിലൊക്കെ ഉപയോഗിക്കണം. ഇപ്പൊ ക്ലോസ് ദ ഡോർ, ഷട്ട് ഔട്ട്, കം ഇൻസൈഡ് അങ്ങനെ യൂസ് ചെയ്യുന്നതൊക്കെ ഇമ്പറേറ്റീവ് സെന്റൻസ് ആണ്, പക്ഷെ അത് റിക്വസ്റ്റ് ആയിട്ടും സജഷൻ ആയിട്ടും ഓർഡർ ആയിട്ടും അങ്ങനെ കുറെ ടൈപ്സ് ആയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. ഇതാണ് ഇമ്പറേറ്റീവ് സെന്റൻസിനെ കുറിച്ച് പറയാനുള്ളത്. എല്ലാവർക്കും മനസ്സിലായോ? Yes, if you have any doubts about this topic, you can ask to them. Okay? ആർക്കെങ്കിലും ഇതിലുണ്ടെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ടൈപ്സ് ഓഫ് സെന്റൻസ് ഇംഗ്ലീഷ് ഗ്രാമറിൽ ഉണ്ട്. 4 ടൈപ്സ് ഓഫ് സെന്റൻസ് ഉണ്ട്. അതാണ് അസർട്ടീവ്, ഇന്ററോഗേറ്റീവ്, ഇമ്പറേറ്റീവ് ആൻഡ് എക്സ്ക്ലമേറ്ററി. അതിലൊരു സെന്റൻസ് ആണ് ഇമ്പറേറ്റീവ് സെന്റൻസ്. അതിനെ കുറിച്ചാണ് നമ്മളിപ്പോ പറഞ്ഞത്. ഇമ്പറേറ്റീവ് സെന്റൻസ് വെച്ച ഒരു സെന്റൻസ് തന്നെയാണ്, പക്ഷെ അത് എക്സ്പ്രസ് ചെയ്യുന്നത് പല ടൈപ്സിലാണ്. റിക്വസ്റ്റ് ആയിട്ട് പറയാം, പിന്നെ ഓർഡർ ആയിട്ട് പറയാം, വിഷസ് ആയിട്ട്, സജഷൻ ആയിട്ട്, പ്രൊഹിബിഷൻ ആയിട്ട്, കമാൻഡ് ആയിട്ട് പറയും. ഇങ്ങനെ പല ടൈപ്സിൽ പറയുന്നേ മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇമ്പറേറ്റീവ് സെന്റൻസ് എന്താണെന്ന് ക്ലിയർ ആയി എല്ലാവർക്കും അല്ലെ? ക്ലിയർ? യെസ്. അതെങ്ങനെ റിപ്പോർട്ട് ചെയ്യണം എന്ന് അറിയണം അല്ലെ? സ്വാഗതം ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തത് എക്സ്പ്ലനേഷനും അതിനെക്കുറിച്ച് റിപ്പോർട്ട് സ്പീച്ചിൽ എങ്ങനെ വരുന്ന പറഞ്ഞുതരും ഫസീല. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇമ്പറേറ്റീവ് സെന്റൻസ് എന്താണ്? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കൂ കേട്ടോ. റേഞ്ച് പോയിട്ട് ഞാൻ ഒന്ന് പറയട്ടെ. അത് ഇമ്പറേറ്റീവ് സെന്റൻസ് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഓർഡർ, അഡ്വൈസ്, ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഇമ്പറേറ്റീവ് സെന്റൻസ് എന്നതല്ലേ പറയണത്? അതല്ലേ ഓബിക പറഞ്ഞത്? അതൊന്ന് പറയോ?
ഇത് ഇംപറേറ്റീവ് സെന്റൻസ് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് വെർബിലായിരിക്കും. സബ്ജക്റ്റ് ഉണ്ടാവില്ല സെന്റൻസിന്. ഇപ്പൊ ഗെറ്റ് ഔട്ട് എന്ന് സ്റ്റോപ്പ് ടോക്കിംഗ്, ഗെറ്റ് ഔട്ട് ഓഫ് ഹിയർ എന്ന് പറഞ്ഞ ഗെറ്റ് ഒരു വെർബ് അല്ലേ? മനസ്സിലായോ ഫ്രണ്ട്സ്? ഓക്കെ മനസ്സിലായി. സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാന്ന് പറഞ്ഞാൽ ഇംപറേറ്റീവ് സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് വെർബിലായിരിക്കും എപ്പോഴും ഇംപറേറ്റീവ് സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പൊ കുറെ എക്സാമ്പിൾ ഉണ്ട്. ഡു ഇറ്റ് നൗ, ഇപ്പോൾ തന്നെ ചെയ്യുക, അതൊരു ഓർഡർ ആണ്. ഡു ഇറ്റ് ഡു എന്ന് പറയുന്ന ഒരു വെർബ് ആണല്ലോ. അപ്പൊ അങ്ങനെയാണ് സ്റ്റാർട്ട്. ഇപ്പൊ ലെറ്റ്സ് ഗോ ഫോർ എ വാക്ക് എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ലെറ്റ്സ് എന്ന് പറയുന്ന ഒരു വെർബ് ആണ്. അത് സജഷനിലൂടെയാണ് എക്സ്പ്രസ് ചെയ്യുന്നതെന്ന് മാത്രം. മനസ്സിലായോ ഫ്രണ്ട്സ്? ഇല്ലെങ്കിൽ ചോദിച്ചോളൂ. ഓക്കെ മനസ്സിലായി. മനസ്സിലായി. താങ്ക് യു. ഓക്കെ, സോ ഇംപറേറ്റീവ് സെന്റൻസ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മള് എന്തെല്ലാം കാര്യങ്ങൾ അങ്ങനെ പറയുന്നുണ്ട് അല്ലെ? പ്ലീസ് സൈലന്റ്, ഒന്ന് സൈലന്റ് ആയിട്ടിരിക്കൂ. അതിൽ സബ്ജക്റ്റോ വെർബോ എന്തെന്നാണല്ലേ? വെർബ് എന്ന് പറയുമ്പോ പ്രവൃത്തി ചെയ്യുന്നില്ല അവിടെ അല്ലെ? ജസ്റ്റ് ഒരു സെന്റൻസ് മാത്രമാണ്. ഒന്നും മിണ്ടാതിരിക്കൂ. മലയാളത്തിൽ പറയുന്നു ഒന്നും മിണ്ടാതിരിക്കൂ. അവിടെ എന്താണ് വെർബ്? മിണ്ടാതിരിക്കാൻ പറയുന്നു അല്ലെ? അത് എന്തെന്നാണ്? നമുക്കത് ഓർഡർ ആണ് അല്ലെ? റിക്വസ്റ്റ് ആയിട്ട് നമ്മൾ പറയുന്നത്. ഒന്നും മിണ്ടാ, നമ്മൾ ടോൺ മാറുമ്പോൾ റിക്വസ്റ്റ് ആകാം, ഓർഡർ ആകാം, ശരിയല്ലേ? പിന്നെന്താണ്? നമുക്ക് പോകാം, ഒരു ലെറ്റ്സ് ഗോ, അതും ഒരു ഇംപറേറ്റീവ് സെന്റൻസ് ആണ്. ദെൻ ഹാപ്പി ബർത്ത്ഡേ, അതെന്താ? അതും ഒരു സെന്റൻസ് ആണ്, ഇംപറേറ്റീവ് സെന്റൻസ് ആണ്. പക്ഷേ ഇതെല്ലാം ഏത് കാറ്റഗറിയിൽ പെടുന്നു എന്ന് ഐഡന്റിഫൈ ചെയ്യാം. ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ വിഷിൽ പെടുന്നു. നമ്മള് പ്ലീസ് ക്ലോസ് ദി ഡോർ, അതെന്താണ്? അതൊരു ഓർഡർ ആണ്. ഓക്കെ, അപ്പോ അത് ആ ഓർഡർ എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെടുന്നു. ക്ലിയർ? സോ ഇതേപോലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കമാൻഡ് ആയിട്ടും റിക്വസ്റ്റ് ആയിട്ടും വിഷ് ആയിട്ടും എല്ലാം പറയാം. ഇത് എല്ലാനും ഈ പറയുന്ന ഇംപറേറ്റീവ് സെന്റൻസിൽ പെടുന്ന ഒന്നാണ്. ക്ലിയർ? ഓക്കെ, ഗോപിക എന്താ പറയാമെന്നല്ലോ പറയും. ഇപ്പൊ ഒരു സെന്റൻസ് തന്നിട്ട് ടൈപ്സ് ഓഫ് സെന്റൻസ് 4 തന്നിട്ട് ഇതിൽ ഏതാണ് ഇംപറേറ്റീവ് സെന്റൻസ് എന്ന് ചോദിച്ചാൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. അങ്ങനെയല്ലേ മാം എക്സാമിന് വരാൻ ചാൻസ് ഉള്ളത്? എക്സാമിന് വരുന്നത് നമുക്ക് ഒരു സെന്റൻസ് തന്നിട്ട് അതിനെ റിപ്പോർട്ട് ചെയ്യാനായിരിക്കാം. ഇങ്ങനെയും വരാം, അറിയില്ല. സോ മാക്സിമം പഠിച്ചു വെക്കുക. അപ്പൊ എന്താണ് ഇംപറേറ്റീവ് സെന്റൻസ് എന്ന് മനസ്സിലായോ? മാം ഒരു കാര്യം ചോദിച്ചോട്ടെ? കമാൻഡിൽ വരുമ്പോ അല്ലേ, ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഡു ഇറ്റ് നൗ, അപ്പൊ മാത്രല്ലേ അത് വെർബിൽ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ? അല്ലാതെ ഇപ്പൊ പ്ലീസ് സൈലന്റ് എന്ന് പറയുമ്പോ അത് വെർബിലല്ലല്ലോ സ്റ്റാർട്ട് ചെയ്യണേ. അപ്പൊ അങ്ങനെയുള്ള ഡിഫറൻസ് ഇല്ലേ? പക്ഷേ ഇതെല്ലാം എന്തിൽ പെടുന്നതാണ്? റിക്വസ്റ്റില് വരുന്നതാണ്. റിക്വസ്റ്റില്, അതാണ് ഞാൻ പറഞ്ഞത്. കമാൻഡിൽ മാത്രല്ലേ വെർബിൽ സ്റ്റാർട്ട് ചെയ്യണുള്ളൂ എന്ന്. കമാൻഡിൽ മാത്രം സൈലൻസ് പ്ലീസ് എന്ന് പറയുമല്ലോ, സൈലൻസ് പ്ലീസ് എന്ന് പറയുമല്ലോ. ഇപ്പൊ ബർത്ത്ഡേ വിഷ് ചെയ്യാണ് എന്നുണ്ടെങ്കിലും അങ്ങനെ എപ്പോഴും ആയിക്കൊള്ളണം എന്നില്ലല്ലോ. ഏറ്റവും സിമ്പിൾ ആയിട്ട് നിങ്ങളൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾക്ക് ഒരു സെന്റൻസ് കേട്ടാലോ വായിച്ചാലോ അത് കമാൻഡ് ആണോ റിക്വസ്റ്റ് ആണോ വിഷ് ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ? പറ്റില്ലേ? അത്രയും നോക്കിയാൽ അത് വെർബിൽ സ്റ്റാർട്ട് ചെയ്യുന്നോ എന്നൊക്കെ നോക്കിക്കഴിഞ്ഞാല് കൺഫ്യൂഷൻ ആകുകയോ. ഓക്കെ, നിങ്ങൾക്ക് കേൾക്കുമ്പോ അറിയാൻ പറ്റും അതെന്താണ്, അവർ ഉദ്ദേശിക്കുന്നത് എന്താണ്, ഓർഡർ ആണോ, കമാൻഡ് ആണോ, അഡ്വൈസ് ആണോ എന്ന് നിങ്ങൾക്ക് ആ സെന്റൻസ് വായിക്കുമ്പോൾ അറിയാൻ പറ്റും. അങ്ങനെ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ പഠിക്കും. ഓക്കെ, ഇപ്പം കീപ് യുവർ റൂം ക്ലീൻ എന്ന് പറയുന്നത് നിങ്ങളുടെ റൂം വൃത്തിയായി സൂക്ഷിക്കുക. ഇത് കേൾക്കുമ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഇത് ഏത് ടൈപ്സിലുള്ള ഇംപറേറ്റീവ് സെന്റൻസിലെ ഏത് കാറ്റഗറിയിൽ പെടും? കീപ് യുവർ റൂം ക്ലീൻ, ഇത് അഡ്വൈസ് ആയിട്ടാണോ വരിക? റിക്വസ്റ്റ് ആണോ? പ്ലീസ് സിറ്റ് ഡൗൺ എന്ന് പറയുന്നത് ഏത് വരും?
അതൊരു റിക്വസ്റ്റ് പോലെയല്ലേ വരുന്നത്? റിക്വസ്റ്റ്. അതെ. ഇത്രയൊക്കെ തന്നെയാണ് മാം. ഇത്രയൊക്കെ തന്നെയാണ്. ഒരു പ്ലീസ് വന്നാൽ അത് റിക്വസ്റ്റ് ആണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഓർഡർ ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മൾ പ്ലീസ് പറഞ്ഞ് ഓർഡർ ചെയ്യില്ല. ഓക്കെ, സോ ഇംപെരേറ്റീവ് സെന്റൻസ് എല്ലാവർക്കും ക്ലിയർ ആയല്ലോ? അത്രയേ ഉള്ളൂ. ഒരുപാട് ചിന്തിച്ച് തലമുണ്ടാക്കണ്ട, അത്രേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾക്ക് ഇതെല്ലാം ഇത് പഠിക്കുന്നതിന് മുൻപ് വരെ നിങ്ങൾക്ക് എന്താണ് ഇംപെരേറ്റീവ് സെന്റൻസ് എന്ന് അറിയാമായിരുന്നു അല്ലെ? പക്ഷേ അതിന് ഇംഗ്ലീഷ് വേർഡ് കേട്ടപ്പോൾ ഉണ്ടായ കൺഫ്യൂഷൻ മാത്രമേ ഇവിടെ ഉള്ളൂ. ശരിയല്ലേ? നമ്മൾ വീട്ടിലാണെങ്കിലും മക്കളോടാണെങ്കിലും റിക്വസ്റ്റ് ചെയ്യാറുണ്ട്, കമാൻഡ് ചെയ്യാറുണ്ട്, അഡ്വൈസ് ചെയ്യാറുണ്ട്, വിഷ് ചെയ്യാറുണ്ട്. ഇതെല്ലാം ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഇംപെരേറ്റീവ് സെന്റൻസ് ആണെന്ന് പറഞ്ഞിട്ടാണോ പഠിച്ചിട്ടാണോ നമ്മൾ ഇതെല്ലാം ചെയ്തത്? അല്ല. അപ്പൊ ഇംപെരേറ്റീവ് സെന്റൻസ് എന്ന് പറയുന്ന ആ ഒരു വേർഡാണ് ഇവിടെ പ്രശ്നം. ഓക്കെ, അപ്പൊ അതിനങ്ങനെ കാണണ്ട. നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായല്ലോ എന്തൊക്കെയാണ് അതിൽ പെടുന്നത് എന്ന് മനസ്സിലായല്ലോ? അത്രയേ ഉള്ളൂ. സോ സിമ്പിൾ ആണ്. ഓക്കെ, ക്ലിയർ? യെസ് മാം. യെസ്, ഓക്കെ. സ്കൂളിൽ തന്നെയാണ് കൂടുതലും കുട്ടികളോട് യൂസ് ചെയ്യുക. അപ്പൊ ക്ലോസ് ദി ഡോർ, കം ഇൻസൈഡ്, ടേക്ക് യുവർ ബുക്സ്, സിറ്റ് ഡൗൺ, ഇങ്ങനെ ഇതെല്ലാം ഇംപെരേറ്റീവ് സെന്റൻസ് ആണ്. ഏത് കാറ്റഗറിന്ന് മനസ്സിലാക്കി എടുക്കണം എന്നുള്ളൂ. ഓർഡർ ആണോ റിക്വസ്റ്റ് ആണോ? സോ ടീച്ചേഴ്സിനോട് ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ പഠിപ്പിക്കാൻ പോകുന്നത് കുഞ്ഞു മക്കളെയാണ്. സോ നിങ്ങൾക്ക് ഈ സാധനം എന്തായാലും ആവശ്യമാണ് കേട്ടോ. ഈ ഇംപെരേറ്റീവ് സെന്റൻസ് മറക്കരുത്. ഒരുപാട് കയ്യിൽ വെച്ചിട്ട് വേണം പോവാൻ. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. പിന്നെ ഗോപിക പറയൂ, നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ്, താങ്ക് യു മാം. നെക്സ്റ്റ് ഫസീല എക്സ്പ്ലെയിൻ ചെയ്യും കൂടുതൽ എക്സാംസ് എങ്ങനെയാണ് സ്പീച്ചിലേക്ക് നടക്കുന്നുള്ളത്. ഓക്കെ, താങ്ക് യു ഗോപിക. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു. Good afternoon, ma'am. Good afternoon. യെസ്, പറയൂ. പേരെന്തായിരുന്നു? ഫസീല എന്നാണോ പേര്? ഫസീല ജലീൽ. ഓക്കെ, ഫസീല സ്റ്റാർട്ട് ചെയ്തു. ഇംപെരേറ്റീവ് സെന്റൻസ് കൺവേർട്ടഡ് ടു റിപ്പോർട്ടർ സ്പീച്ച്. ഇംപെരേറ്റീവ് സെന്റൻസ് എന്താണെന്നുള്ളത് ഗോപിക പറഞ്ഞു. നമ്മൾ അത് കൺവേർട്ട് ചെയ്തിട്ട് റിപ്പോർട്ടർ സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ എന്തെല്ലാം മാറ്റങ്ങൾ അതിൽ വരും എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസീല, ഓഡിയോ ഓക്കെ ആണ്, പക്ഷേ വീഡിയോ കാണുന്നില്ലേ മാം? സ്റ്റക്ക് ആണല്ലോ. സ്റ്റക്ക് ആണോ? ഇപ്പോഴോ മാം? ഇല്ലല്ലോ. കാണുന്നില്ലേ? ഇല്ലടാ, കാണുന്നില്ല. ഓക്കെ, റിഷാന ഓക്കെ, പോയിട്ട് വരൂ കേട്ടോ റിഷാന. ഒരു മിനിറ്റ് മാറിയിരുന്ന് നോക്കണോ? സ്ഥലം മാറിയിരുന്ന് നോക്കാം. അങ്ങനെ ചെയ്യാം. റിഷാന മിക്കവാറും ഒന്ന് ക്ലാസ് എടുക്കേണ്ടി വരില്ല. അടുത്ത ക്ലാസ്സിൽ ജോയിൻ ചെയ്യണം കേട്ടോ. ഓക്കെ, പോയിട്ട് വരും. ഇപ്പൊ കാണുന്നുണ്ടോ മാം? ഇല്ലല്ലോ, കേൾക്കാം പക്ഷേ സ്റ്റക്കാണ്. എന്താ കാണാത്ത? സൗണ്ട് നല്ല ക്ലിയർ ഉണ്ട്, ആളെ കാണുന്നില്ല. ഒരു കാര്യം ചെയ്യൂ, ലെഫ്റ്റായിട്ടൊന്ന് ജോയിൻ ചെയ്തേ. ഓക്കെ. പക്ഷെ എനിക്ക് കാണുന്നുണ്ട് മാം. ആണോ? ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടാവാറുണ്ട്. ഞാൻ വീഡിയോ ഓൺ ചെയ്യുമ്പോൾ എന്നെ കാണാറില്ല. എനിക്ക് കാണാം, മറ്റുള്ളവർക്ക് കാണാറില്ല. മുമ്പത്തെ ക്ലാസ്സുകളിൽ ഉണ്ടാവാറുണ്ട് ഈ ഇഷ്യൂ. ലീവ് ചെയ്തിട്ട് ഒന്നും കൂടെ ജോയിൻ ചെയ്യാം. ഗോപികേനും കാണാൻ പറ്റില്ല. സൗണ്ട് ക്ലിയർ ആയിരുന്നു. ആണോ? പക്ഷെ ഞങ്ങൾ കണ്ടു ഗോപിനെ. എന്താണോ? ഓക്കെ, ഗോപിക ക്ലാസ് എടുത്തു കിട്ടോ നന്നായിട്ട്. കുറച്ച് ടെൻഷൻ അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു.
ഡിഗ്രിക്ക് പഠിക്കുമ്പോ Okay, ചാപ്റ്റർ yeah. ചാപ്റ്റർ മുഴുവൻ തരും മാം. അപ്പൊ അത് മുഴുവൻ ചോക്ക് പിടിച്ചിട്ട് ബോർഡിൽ എഴുതിയെടുത്ത ആ ഒരു എക്സ്പീരിയൻസ് അത് കഴിഞ്ഞിട്ട് ഇത്രയും വർഷം ഞാൻ ടിപ്പ്. Okay, Gopika. Yeah. വരാട്ടോ. Okay. Yeah, ഫസിൽ ക്ലിയർ ആണ്. അൺമ്യൂട്ട് ചെയ്യൂ. ഓക്കെ, ഇപ്പോഴോ? ഇപ്പൊ കാണാം. ഒരു കാര്യം മനസ്സിലായി, അൺമ്യൂട്ട് ചെയ്യുമ്പോ വീഡിയോ സ്റ്റക്ക് ആവുന്നുണ്ട്. അതെ, കണ്ടിട്ടില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ മാം, പറഞ്ഞൂടെ? ഇപ്പൊ കാണാനില്ല. സൗണ്ട് ക്ലിയർ ആണോ? സൗണ്ട് ക്ലിയർ ആണ്. സൗണ്ട് ക്ലിയർ ആണ്. ഓക്കെ, എന്നാ പിന്നെ കണ്ടിട്ടില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ അല്ലെ, നമുക്ക് പറയാം, സ്റ്റാർട്ട് ചെയ്യാം. ഇംപറേറ്റീവ് സെന്റൻസ് കൺവേർട്ടഡ് ടു റിപ്പോർട്ടർ സ്പീച്ച്. റിപ്പോർട്ടർ സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ എന്തെല്ലാം മാറ്റങ്ങൾ വരും എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോണത്. ഒരു സെന്റൻസ് ഡയറക്റ്റ് സ്പീച്ചിൽ നിന്നും ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ 5 മാറ്റങ്ങളാണ് സാധാരണയായിട്ട് കാണുക. ഒരുപാട് മാറ്റങ്ങൾ വരും, നമ്മൾ കൂടുതലായിട്ട് പറയുന്ന 5 മാറ്റങ്ങളുണ്ട്. പിന്നെ ഇംപറേറ്റീവ് സെന്റൻസ് കൂടുതലായിട്ടും വെർബിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇംപറേറ്റീവ് സെന്റൻസിൽ ഏറ്റവും പ്രധാനമായ 5 മാറ്റങ്ങൾ എന്ന് പറയുന്നത് കമാൻഡഡ് എന്ന് പറയുമ്പോൾ നമ്മൾ മിലിറ്ററി, ആർമി തുടങ്ങിയവ ആ സന്ദർഭങ്ങളിലാണ് നമ്മൾ കമാൻഡഡ് ഉപയോഗിക്കുക. പിന്നെ നമ്മൾ ഓർഡേർഡ്, അത് നമ്മൾ സുപ്പീരിയർ, ഇൻഫീരിയർ എന്നറിയാലോ നമ്മൾ, അതായത് മേലുദ്യോഗസ്ഥർ, കീഴുദ്യോഗസ്ഥർ ആ ഭാഗത്ത് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഓർഡേർഡ്. നമ്മൾ അവരോട് ഓർഡർ ചെയ്യാണ് ചെയ്യുന്നത്. പിന്നെ റിക്വസ്റ്റഡ് നമ്മൾ പറയുമ്പോൾ പ്ലീസ്, കൈൻഡ്ലി എന്നൊക്കെ പറയുമ്പോൾ, അതായത് നമ്മളൊന്നിങ്ങനെ പ്ലീസ്, കൈൻഡ്ലി, ദയവായിട്ട് ചെയ്യണം എന്നൊക്കെ പറയുമല്ലോ. അപ്പൊ ഈ പ്ലീസ്, കൈൻഡ്ലി എന്ന് വരുന്ന ടൈമിൽ നമ്മൾ അത് ഉദാഹരണത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ട് വേണം നമ്മൾ ആ സെന്റൻസ് പൂർത്തിയാക്കാനായിട്ട്. ഒരിക്കലും പ്ലീസ്, കൈൻഡ്ലി വെച്ചിട്ട് നമുക്ക് ചോദ്യത്തിൽ തന്നാലും നമ്മൾ അത് ആൻസറിൽ ചെയ്യാൻ പാടില്ല. അത് ഒഴിവാക്കിയിട്ട് വേണം നമ്മൾ റിക്വസ്റ്റഡ് ചേർക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ അഡ്വൈസ്, ഉപദേശം കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഇംപറേറ്റീവ് സെന്റൻസിൽ ഉപദേശം കൊടുക്കാൻ നമ്മൾ അഡ്വൈസ് ഉപയോഗിക്കുന്നു. സജസ്റ്റഡ് എന്ന് പറയുമ്പോൾ നിർദ്ദേശം, ഒരു നിർദ്ദേശം കൊടുക്കാവുമ്പോൾ. പിന്നെ നമുക്ക് പ്രധാനമായിട്ടും ഇതിലേക്ക് നമ്മൾ കൺവേർട്ടിംഗ് വേർഡ് ആയിട്ട് ഉപയോഗിക്കുന്നത് ടു ആണ്. പോസിറ്റീവ് സെന്റൻസുകളെ കണക്ട് ചെയ്യാനാണ് ടു ഉപയോഗിക്കുന്നത്. നെഗറ്റീവ് സെന്റൻസുകളെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നോട്ട് ടു. അത് നമുക്ക് മനസ്സിലാവുക, ഡോണ്ട് എന്ന് നമ്മളെ ക്വസ്റ്റ്യൻസിൽ വന്നാൽ നോട്ട് ടു ആണ് അവിടെ ഉപയോഗിക്കുക. അല്ലാത്ത ഭാഗങ്ങളിൽ നമ്മൾ പോസിറ്റീവ് സെന്റൻസുകളായിട്ട് ഉപയോഗിക്കുമ്പോൾ ടു ഉപയോഗിക്കും. അപ്പൊ ഇത് നമ്മൾ മസ്റ്റ് ആയിട്ടും കണക്ടിങ് വേർഡ് ആയിട്ട് ഈ രണ്ടും ഉപയോഗിക്കണം. നമ്മളെ ക്വസ്റ്റ്യൻ എന്താണോ എന്ന് മനസ്സിലാക്കിയിട്ട് വേണം ടു ആണോ നോട്ട് ടു ആണോ ഉപയോഗിക്കുന്നത് എന്ന് നോക്കുക. അപ്പൊ നമുക്കൊരു ഇംപറേറ്റീവ് സെന്റൻസ് തന്നാൽ ആദ്യം നമ്മൾ ഈ കാര്യങ്ങളെല്ലാം നോക്കണം. ഫസ്റ്റ് നമ്മൾ മാറ്റുക ഇംപറേറ്റീവ് സെന്റൻസ് റിപ്പോർട്ടർ സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ റിപ്പോർട്ടിംഗ് വെർബ് ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. ഫസ്റ്റ് വൺ നമ്മൾ റിപ്പോർട്ടിംഗ് വെർബ് ചേഞ്ച് ചെയ്യുക. പിന്നെ നമ്മൾ കൺവേർട്ടിംഗ് വേർഡ് ആയിട്ടുള്ള ടു ഉപയോഗിക്കുക. എന്നിട്ട് നമ്മൾ ടെൻസിൽ ഒന്നും മാറ്റം വരുന്നില്ല, പക്ഷെ നമുക്ക് വരുന്നത് വെർബിന്റെ ഫസ്റ്റ് ഫോം ആണ് പിന്നെ വരുന്നത്. വെർബിന്റെ ഫസ്റ്റ് ഫോം വന്നിട്ട് നമുക്ക് കുറച്ച് തന്നിട്ടുണ്ട്. ഡയറക്റ്റ് ഇൻഡയറക്റ്റ് മാറ്റുമ്പോൾ സംഭവിക്കുന്ന കുറച്ച് കാര്യങ്ങൾ, ഷാൾ ഷുഡ് ആകും, പിന്നെ വുഡ് ആകും, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നമ്മൾ നോക്കി വെക്കണം. കാരണം ആ ഭാഗത്തേക്ക് നമുക്ക് മാറ്റം വരുന്നുണ്ട്. ടെൻസിലെ മാറ്റം വരാത്തുള്ളൂ, ഡയറക്റ്റ് നിന്ന് ഇൻഡയറക്റ്റ് മാറ്റുമ്പോൾ ഉള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. ഇനി ഞാൻ ഒരു 2 എക്സാമ്പിൾസ് പറയാം. ആ എക്സാമ്പിൾസ് കേൾക്കുമ്പോൾ അതിൽ വന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. എക്സാമ്പിൾ 1, ബെഗർ സെഡ് ടു രാമു ഗീവ് സം വാട്ടർ. ബെഗർ എന്ന് പറഞ്ഞാൽ നമ്മൾ യാചിക്കുകയാണ്. യാചിക്കുമ്പോൾ നമ്മൾ എന്താ ചേർക്കേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പൊ നമ്മൾ റിക്വസ്റ്റ് ചെയ്യണ പോലെ വേണം ചെയ്യാനായിട്ട്. അപ്പൊ ആദ്യം നമ്മൾ മാറ്റേണ്ടത് റിപ്പോർട്ടിംഗ് വെർബ് ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. സെഡ് ടു രാമു എന്നുള്ളതിൽ സെഡ് ടു നമ്മൾ മാറ്റിയിട്ട് അവിടെ ബെഗർ എന്നാവുമ്പോൾ നമ്മൾ റിക്വസ്റ്റഡ് ചേർക്കണം. ബെഗർ റിക്വസ്റ്റഡ് രാമു. പിന്നെ നമ്മൾ ചേർക്കേണ്ടത് കൺവേർട്ടിംഗ് വേർഡ് ആയിട്ടുള്ള ടു ചേർക്കണം. എന്നിട്ട് മറ്റേത് നമ്മൾ ഗീവ് സം വാട്ടർ. പക്ഷെ ഇൻവെർട്ടർ കോമേ അല്ലെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻ മാർക്കോ ഒന്നും നമ്മൾ ഇംപറേറ്റീവ് സെന്റൻസ് റിപ്പോർട്ടർ സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ ചെയ്യില്ല. നമ്മൾ എക്സാമ്പിൾസ് ആയിട്ട് നോക്കുമ്പോൾ ബെഗർ റിക്വസ്റ്റഡ് രാമു ടു ഗീവ് സം വാട്ടർ ഇങ്ങനെ ആയിരിക്കും വരിക.
അതിൽ നമ്മൾ ചോദ്യം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കണം അതിൽ റിക്വസ്റ്റഡ് ആണോ, ഓർഡേർഡ് ആണോ, അഡ്വൈസ് ആണോ, കമാൻഡഡ് ആണോ എന്നുള്ളത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മിലിറ്ററി ആർമി എന്നുള്ളതിൽ വരുമ്പോൾ നമ്മൾ കമാൻഡഡ് ആണ് ഉപയോഗിക്കേണ്ടത്. പ്ലീസ് കൈൻഡ്ലി എന്ന് വരുമ്പോൾ റിക്വസ്റ്റഡ്. അങ്ങനെ നമ്മൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവണം എന്തൊക്കെയാണ്. ഒരുപാടുണ്ട്, പക്ഷെ നമ്മൾ ഒരു 5 കാര്യങ്ങളപ്പൊ ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അതല്ലാതെ നമുക്ക് വരുന്നുണ്ട്, നമ്മൾ വിഷ് ചെയ്യുമ്പോൾ അങ്ങനെ കുറെ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇതിൽ ഒരു നോട്ടായിട്ട് നമ്മൾ എഴുതിയെടുക്കേണ്ടത്, പിന്നെ ആദ്യം തന്നെ നമ്മൾ ഒരു എക്സാമ്പിൾസ് തന്നാല് റിപ്പോർട്ടിംഗ് വെർബ് ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ഒരു ബ്രാക്കറ്റിലായിട്ട് കൊടുക്കണം കണക്റ്റിംഗ് വേർഡ് ആയിട്ട് ടു, നോട്ട് ടു എന്നുള്ളത്. അത് പോസിറ്റീവ് സെന്റൻസുകളെ കണക്ട് ചെയ്യാൻ ടു എന്നും നെഗറ്റീവ് സെന്റൻസുകളെ കണക്ട് ചെയ്യാൻ നോട്ട് ടു എന്നും. ഇത് നമ്മളൊരു സ്ട്രക്ചർ ഒന്നും അല്ല, പക്ഷെ ഇതതില് നമ്മൾ എന്തായാലും നിർബന്ധമായിട്ടും പഠിച്ചു വെക്കേണ്ട കാര്യമാണ്. കാരണം എങ്കിലേ നമുക്കൊരു എക്സാമ്പിൾ തരുമ്പോൾ അത് മാറ്റാനായിട്ട് നമുക്ക് കഴിയുള്ളൂ. ഡയറക്റ്റ് സ്പീച്ചിൽ നിന്നും ഇൻഡയറക്റ്റിലോട്ട് മാറ്റാൻ കഴിയുള്ളൂ. ഒരു എക്സാമ്പിൾ കൂടെ ഞാൻ പറയാം, ഒരുപാട് എഴുതിയെടുത്തിട്ടുണ്ട്. ടീച്ചർ ടു ദി ബോയ് കൺസൾട്ട് എ ഡിക്ഷണറി. ഇതാണ് വന്നിട്ടുള്ളത്. അതിൽ കൺസൾട്ട് എ ഡിക്ഷണറി എന്നുള്ളത് നമ്മൾ ഇൻവെർട്ടർ കോമയിലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്, ഡബിൾ ഇൻവെർട്ടർ കോമ. അപ്പൊ നമ്മൾ ആൻസർ കൊടുക്കുമ്പോൾ ദ ടീച്ചർ ആസ്ക്ഡ് ദ ബോയ് ടു കൺസൾട്ട് ഡിക്ഷണറി. ടു എന്നുള്ളത് അവിടെ ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ടു ദി ബോയ് എന്നുള്ള അവിടെ നമ്മൾ ക്വസ്റ്റ്യൻ ആയിട്ടാണ്, അതായത് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ആസ്ക്ഡ് എന്നാണ് നമ്മൾ കൊടുക്കേണ്ടത്. അത് നമ്മൾ മുൻപേ പറഞ്ഞിട്ടുണ്ട്, ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ആസ്ക്ഡ് എന്ന് കൊടുക്കണം എന്നുള്ളത്. അപ്പോ ടീച്ചർ ടു ദി ബോയ് കൺസൾട്ട് എ ഡിക്ഷണറി എന്നുള്ളിടത്ത് നമ്മൾ ടീച്ചർ ആസ്ക്ഡ് ദ ബോയ് ടു കൺസൾട്ട് ഡിക്ഷണറി എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഈ ടു, നോട്ട് ടു ചേർക്കുന്നത്. ഡോണ്ട് വരുന്ന സമയത്ത് നമ്മൾ എങ്ങനെ ചേർക്കും എന്നുള്ളതും മനസ്സിലാക്കണം. പിന്നെ അല്ലാതെ നമുക്ക് സാധാരണ, അതായത് ഒരു പോസിറ്റീവ് സെന്റൻസ് ആയിട്ട് വരുമ്പോൾ ടു ചേർക്കുന്നത് മനസ്സിലാക്കണം. ഇനി ഞാൻ ഡോണ്ട് വരുന്ന ഒരു എക്സാമ്പിൾസും കൂടെ പറയാം. പ്രകാശ് സെഡ് പ്ലീസ് ഗിവ് മീ അനദർ ചാൻസ്. അതില് നമ്മള് ഇതില് നമുക്ക് അങ്ങനെ വന്നിട്ടില്ല. ഡോണ്ട് വരുന്ന ഒരു എക്സാമ്പിൾസ് എന്ന് പറയുന്നത് ദ ലേഡി ടു ദി തീഫ് പ്ലീസ് ഡോണ്ട് കിൽ മീ എന്നാണ്. ദ ലേഡി ടു ദി തീഫ് പ്ലീസ് ഡോണ്ട് കിൽ മീ അങ്ങനെയാണ് വന്നിട്ടുള്ളത്. അപ്പൊ അത് ആൻസർ ചെയ്യുന്ന സമയത്ത് ദ ലേഡി റിക്വസ്റ്റഡ്, അതായത് പ്ലീസ് കൈൻഡ്ലി എന്ന് വരുമ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ട്, മുൻപ് പറഞ്ഞു, പ്ലീസ് കൈൻഡ്ലി വരുമ്പോ പ്ലീസ് കൈൻഡ്ലി നമ്മൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. പ്ലീസ് കൈൻഡ്ലി വരുമ്പോ റിക്വസ്റ്റഡ് ചേർക്കുക. റിക്വസ്റ്റഡ് ചേർക്കുമ്പോൾ നമ്മൾ ദ ലേഡി റിക്വസ്റ്റഡ് ദ തീഫ് നോട്ട്, ഡോണ്ട് വന്നപ്പോ നോട്ട് ആയി. പിന്നെ കിൽ മീ എന്നുള്ളിടത്ത് നമ്മൾ ഹെർ ചേർത്തു. അപ്പൊ ദ ലേഡി റിക്വസ്റ്റഡ് ദ തീഫ് നോട്ട് ടു കിൽ ഹെർ. മനസ്സിലായോ മാം? കുട്ടികളെ അറിയാത്തുണ്ടെങ്കിൽ എന്തെങ്കിലും അതില് മനസ്സിലാവാത്ത, ഞാനിപ്പോ ഇത്രയും ക്ലാസ് എടുത്തില്ല, എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോളൂ കേട്ടോ. ഞാൻ ഒരു വിശദമായിട്ടുള്ള ഒരു നോട്ട് തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. ഈ എക്സാമ്പിൾസ് ഒന്ന് ടൈപ്പ് ചെയ്യാം. പറഞ്ഞു. ഓ, എക്സാമ്പിൾസ് ടൈപ്പ് ചെയ്യാം. അതല്ല, എക്സാമ്പിൾസ് നമുക്ക് ലാസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഒന്നും കൂടെ ഡിസ്കസ് ചെയ്ത് തരാം, എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് പറഞ്ഞുതരാം. ഇപ്പൊ നമ്മള് നോട്ട് വരെ ഞാൻ നിങ്ങൾക്ക് തരാം, സെൻഡ് ചെയ്ത് തരാം എങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. എന്തൊക്കെ പോയിന്റ്സ് ആണ് ചെയ്യേണ്ടതെന്നുള്ളത് ഗ്രൂപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്യോ? എല്ലാം ഷെയർ ചെയ്യുക. അതായത് നമ്മളിപ്പോ ഇതിൽ മാറ്റം എന്ന് വരുന്നത്, ഇതിലേക്ക് വരുമ്പോഴുള്ള മാറ്റം എന്ന് അറിയുന്നത് റിപ്പോർട്ടിംഗ് വെർബ് ചേഞ്ച് ചെയ്യുക, കണക്റ്റിംഗ് വേർഡ് ആയിട്ടുള്ള ടു, നോട്ട് ടു ചേർക്കുക. അതിൽ ടു ചേർക്കുമ്പോൾ പോസിറ്റീവ് സെന്റൻസുകളെ കണക്ട് ചെയ്യാനാണ് ടു ചേർക്കുക, നെഗറ്റീവ് സെന്റൻസുകളെ കണക്ട് ചെയ്യാൻ നോട്ട് ടു. അപ്പൊ ഡോണ്ട് ഡു എന്നുള്ളത് നമ്മളൊരു എക്സാമ്പിളിൽ വരികയാണെങ്കിൽ നമ്മൾ അവിടെ നോട്ട് ടു ആണ് ചേർക്കേണ്ടത്. പിന്നെ പ്ലീസ് കൈൻഡ്ലി എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻസിൽ വരികയാണെന്നുണ്ടെങ്കിൽ ആ പ്ലീസ് കൈൻഡ്ലി പൂർണ്ണമായിട്ടും നമ്മൾ അവോയ്ഡ് ചെയ്യണം. അത് പിന്നെ ആൻസറിൽ കൊടുക്കാൻ പാടില്ല. അവിടെ നമ്മൾ റിക്വസ്റ്റഡ് ചേർക്കണം. പിന്നെ ഓർഡേർഡ് ആണെന്നുണ്ടെങ്കിൽ അവിടെ, അതായത് ഒരാളോട് നമ്മൾ ഓർഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് അവിടെ ചേർക്കണം. അത് നമുക്കൊരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ അറിയാം എന്ത് ചേർക്കണം. പക്ഷെ ഞാൻ എഴുതിയ പോയിന്റ്സുകളും നിങ്ങൾക്ക് വിട്ടുതരാം, അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം. അല്ലാതെ ഇതിൽ ഒരുപാട് ടെൻസിൽ മാറ്റം വരുന്നില്ല, വെർബിന്റെ ഫസ്റ്റ് ഫോം ആണ് നമുക്ക് വരുന്നത്. പിന്നെ നമ്മൾ സാധാരണ ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റിൽ പഠിച്ച പോലെ തന്നെ എന്തൊക്കെ മാറ്റങ്ങൾ വരും എന്നുള്ളത് നമ്മൾ
പഠിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് വരുന്നത്. അല്ലാതെ വേറെ ഒരുപാട് തിങ്ക് ചെയ്യേണ്ട മാറ്റങ്ങളൊന്നും വരുന്നില്ല. ഒരുപാട് തല പുകച്ച് ആലോചിക്കേണ്ട മാറ്റം വരുന്നില്ല. ഇനി എന്തെങ്കിലും അറിയാത്തുണ്ടെങ്കിൽ ഞാൻ ഗ്രൂപ്പിൽ ഫുള്ള് ഷെയർ ചെയ്യുക, നോട്ട്സ് ഫുള്ള് കംപ്ലീറ്റ് ഷെയർ ചെയ്യുക, എക്സാമ്പിൾസും. അതിൽ അറിയാത്തതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. താങ്ക് യു മാം. നേരത്തെ ഷാൽ ഷുഡാവെന്ന് പറഞ്ഞില്ലേ, അത് എവിടെയാ എങ്ങനത്തേല മാറുക? നേരത്തെ പറഞ്ഞായിരുന്നു ഷാൽ അത് ഷുഡാവും എന്നൊക്കെ പറഞ്ഞു. ക്വസ്റ്റ്യനിൽ വരുമ്പോ ഓക്കെ. സോ ഞാൻ നിങ്ങളോട് ഈ ടോപ്പിക് തന്നപ്പോ ഞാൻ നിങ്ങളോട് എന്താ പറഞ്ഞത്? ഇമ്പരേറ്റീവ് സെന്റൻസ് കേട്ടപ്പോ ഒരു മിസ് ചെയ്ത് ടഫ് ആണല്ലോ എന്ന് പറഞ്ഞ ഒരാള് ഇപ്പൊ പറഞ്ഞത് കേട്ടോ ഭയങ്കര സിമ്പിൾ ആണ് അല്ലേ? അയ്യോ മാം, അതല്ല. സത്യം പറഞ്ഞാൽ ഇതിന്റെ ക്ലാസ്സുകൾ കുറെ പ്രാവശ്യം കണ്ടപ്പോ നമുക്കിത് ഇത്രേ ഉള്ളൂ എന്ന് മനസ്സിലായതാണ്. നമ്മളിപ്പോ മിസ് ക്ലാസ് എടുക്കുമ്പോ നമ്മൾ ആ ക്ലാസ് മാത്രം കേട്ടിട്ടാണ് നമ്മൾ ആൻസർ ചെയ്യണത്. ഇത് നമുക്കൊരു ജോലി തന്നപ്പോ അത് എത്രത്തോളം ബെസ്റ്റ് ആക്കാന്നുള്ള ഒരുപാട് സെർച്ച് ചെയ്ത് തല പുകച്ച് ആലോചിച്ചുണ്ടാക്കിയ നോട്ട്സും ഒക്കെ ആയിരുന്നു. അപ്പൊ കണ്ടു നോക്കുമ്പോ നമുക്കിത് ഇത്രേ ഉള്ളൂ എന്നുള്ളത് മനസ്സിലായി. പിന്നെ ഇവർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് കൂടുതൽ നമ്മൾ എങ്ങനെയൊക്കെ മാറ്റം വരുന്നു അതൊക്കെ പറഞ്ഞു കൊടുക്കുന്നേ ഉള്ളൂ. ഓക്കെ. എന്തായാലും ക്ലാസ് എടുത്തതിന്റെ കാര്യങ്ങൾ ഞാൻ പിന്നീട് പറയാം. ഇനി നെക്സ്റ്റ് ആരാണ്? കണ്ടിന്യൂ ചെയ്യും. അതിനുശേഷം ഞാൻ എല്ലാം പറയാം. ഞാനാണോ? ഓക്കെ ജിഷ. ഗുഡ് ആഫ്റ്റർനൂൺ മിസ് ആൻഡ് ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. വെയിറ്റ്. എല്ലാവരോടും കൂടി ചോദിക്കുകയാണ്, ക്യാമറ ഓൺ ചെയ്ത് പറയുന്നതാണോ ജസ്റ്റ് അല്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് പറയുന്നതാണോ? ഏതാണ് ബെറ്റർ നിങ്ങൾക്ക് തോന്നുന്നു? ഓൺ ചെയ്ത് പറയുന്നത്. ക്യാമറ ഓൺ ചെയ്യാം. ഓൺ ചെയ്യുമ്പോ കുറച്ചുകൂടെ കൺവേ ചെയ്യാൻ നമുക്കത് കണ്ട് അത് കുറച്ചുകൂടി നല്ലൊരു അല്ലെ, പഠിക്കാനാണെങ്കിലും കേട്ടിരിക്കാനാണെങ്കിലും കുറച്ചുകൂടി നല്ലതാണ് ക്യാമറ ഓൺ ചെയ്യുന്നത്. ജിഷ ഓക്കെ ആണോ? ഓക്കെ ആണ് മാം. ഓക്കെ. 1 minute മാം. ക്യാമറ ഓൺ ആണോ? സോറി മാം, കുട്ടികളകത്തോട്ട് വന്നു അതാണ്. ആണോ? ഓക്കെ. ഓക്കെ. അപ്പൊ നമ്മൾ ഇമ്പറേറ്റീവ് സെന്റൻസ് എന്താണെന്ന് പറഞ്ഞു, അതിന്റെ എക്സാമ്പിൾസ് ആൻഡ് അത് കൺവേർട്ടഡ് ഇൻ ടു റിപ്പോർട്ടഡ് സ്പീച്ച്. ഇത് മൂന്നും നമ്മൾ പറഞ്ഞു. അതിന്റെ എക്സാമ്പിൾസ് കുറച്ച് ഫസീല പറഞ്ഞു. അപ്പൊ നമ്മൾ സ്ട്രക്ചർ എന്താണെന്ന് പറയാം. അപ്പൊ സ്ട്രക്ചർ അത് എഴുതിയെടുത്തോളൂ എല്ലാവരും. അപ്പൊ ഫസ്റ്റ് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ റിപ്പോർട്ടിംഗ് വെർബ് പ്ലസ് ഇൻഡയറക്റ്റ് ഒബ്ജക്ട് പ്ലസ് 2 പ്ലസ് ബേസ് വെർബ്. ഇതാണ് അതിന്റെ സ്ട്രക്ചർ വരുന്നത്. ഒരു തവണയും കൂടെ പറയാം. റിപ്പോർട്ടിംഗ് വെർബ് പ്ലസ് ഇൻഡയറക്റ്റ് ഒബ്ജക്ട് പ്ലസ് 2 പ്ലസ് ബേസ് വെർബ്. അതാണ് വരുന്നത്. അപ്പൊ ഇതിന് സബ്ജക്റ്റ് ഇല്ല എന്ന് പറഞ്ഞു, പിന്നെ വെർബിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പറഞ്ഞു. അപ്പൊ ഒരു സെന്റൻസിൽ നിന്ന് അപ്പൊ നമ്മൾ സെന്റൻസ് ആണ് ആദ്യം നമ്മൾ നോക്കേണ്ടത്. ഇപ്പൊ ഒരു ഡയറക്റ്റ് സ്പീച്ച് എടുക്കുകയാണെന്ന് വെച്ചാൽ ഒരു എക്സാമ്പിൾ പറയാം. അപ്പൊ കുറച്ച് മുമ്പ് ഒരു ദിൽഷ എന്ന കുട്ടി ഒരു എക്സാമ്പിൾ എഴുതിയിട്ടുണ്ടായിരുന്നു നമ്മുടെ മെസ്സേജിൽ. ക്ലോസ് ദ ഡോർ എന്നാണ്. ക്ലോസ് ദ ഡോർ എന്ന് ഞാൻ കണ്ടു. അപ്പൊ അത് നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ചിലോട്ട് മാറ്റുകയാണെങ്കിൽ അത് നമുക്ക് എങ്ങനെ വരും എന്നാ നോക്കുന്നത്. ഈ ഒരു സ്ട്രക്ചർ വെച്ചിട്ട് ആദ്യം നമ്മൾ റിപ്പോർട്ടിംഗ് വെർബ് എഴുതണം. അതിനു മുമ്പ് നമ്മൾ ക്ലോസ് ദ ഡോർ എന്ന് പറയുമ്പോൾ അതിൽ വന്നിട്ട് ആരും പറയുന്നില്ല ഇന്ന വ്യക്തി എന്നോ ഇന്നാള് പറഞ്ഞു എന്നോ ആരോട് പറഞ്ഞു എന്നോ അതൊന്നും പറയുന്നില്ല അല്ലെ. അപ്പൊ നമ്മള് ഷീ എന്നോ ഹീ എന്നോ എന്ത് വേണമെങ്കിൽ കൊടുക്കാം. നമുക്കത് ഒരു റിപ്പോർട്ടഡ് സ്പീച്ചിലോട്ട് മാറ്റുമ്പോൾ ഇന്നയാള് പറഞ്ഞു എന്ന് പറയണം. അപ്പൊ ഷീ എന്ന് ഞാൻ പറഞ്ഞു. ഷീ ടോൾഡ് ആണ് റിപ്പോർട്ടിംഗ് വേർബായിട്ട് വരുന്നത്. റിപ്പോർട്ടിംഗ് വേർബായിട്ട് യൂസ് ചെയ്യുന്നത് എന്തെല്ലാം വെച്ചാൽ ടോൾഡ് വരും, ആസ്ക്ഡ് വരും, ഓർഡേർഡ്, റിക്വസ്റ്റഡ്, അഡ്വൈസ്, സജസ്റ്റഡ് അതെല്ലാം വരും. അതെല്ലാമാണ് വരുന്നത്. സോറി ട്ടോ. അപ്പൊ ഞാൻ പറയാം. ടോൾഡ്, ആസ്ക്ഡ്, ഓർഡേർഡ്, റിക്വസ്റ്റഡ് ഇതെല്ലാമാണ് നമുക്ക് റിപ്പോർട്ടിംഗ് വേർബായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ റിപ്പോർട്ടിംഗ് വേർബ് യൂസ് ചെയ്യുമ്പോൾ കണക്ട് ചെയ്യണം.
നമ്മൾ എന്താണ് ആരോട് പറഞ്ഞു എന്നുള്ളത് കണക്ട് ചെയ്തിട്ട് വേണം പറയാനായിട്ട്. അപ്പൊ നമുക്ക് ക്ലോസ് ദ ഡോർ എന്ന് വന്നത് അപ്പൊ ഷീ ടോൾഡ് എന്ന് ഞാൻ കണക്ട് ചെയ്തു, റിപ്പോർട്ടിംഗ് വേർബും കൂടെ ചേർത്ത് ഷീ ടോൾഡ് പ്ലസ് ഇൻഡയറക്റ്റ് ഒബ്ജക്ട്. ഇൻഡയറക്റ്റ് ഒബ്ജക്ട് എന്ന് പറയുമ്പോൾ ആരോട് പറഞ്ഞു എന്നാണ്. ചിലപ്പോൾ ഹിം ആവാം, ഹെയർ ആവാം, ചിലപ്പോൾ മീ ആവാം, ചിലപ്പോൾ ദം, അസ്, അതെല്ലാം വരും. അപ്പോ ഇതിൽ ഞാൻ ഹിം എന്ന് കൊടുത്തു, ഷീ ടോൾഡ് ഹിം എന്ന് കൊടുത്തു. ഹെയറും കൊടുക്കാം കേട്ടോ, ഷീ ടോൾഡ് ഹിം എന്ന് കൊടുത്തു. പിന്നെ നെക്സ്റ്റ് ടു ചേർക്കണം. ഇത് വന്നിട്ട് പോസിറ്റീവ് ആയതുകൊണ്ട് ഞാൻ ടു എന്ന് ചേർത്തു, ടു എന്ന് ചേർത്തു. പിന്നെ ബേസ് വെർബ്, വെർബിൽ ഒരു മാറ്റവും ഇല്ല, വെർബിൽ മാറ്റം ഇല്ലാത്തതുകൊണ്ട് ബേസ് വെർബ് എന്ന് പറയുന്നത് ക്ലോസ്, ബ്രിങ്, ഫിനിഷ് എന്നെല്ലാമാണ് വരുന്നത്. ബ്രിങ് കൊടുക്കുക, ക്ലോസ് അടയ്ക്കുക, ഫിനിഷ് ചെയ്യുക, ഇതെല്ലാം നമ്മൾ ഒരു വെർബാണ്, ക്രിയ ആണല്ലോ. ഇതെല്ലാം ചെയ്യുന്ന ഒരു പ്രവൃത്തി ആയതുകൊണ്ട് അതൊരു ബേസ് വെർബാണ്, അതിലൊന്നും യാതൊരു മാറ്റവും വരുന്നില്ല. അപ്പൊ അത് വന്നിട്ട് ക്ലോസ് ദ ഡോർ എന്ന് നമ്മൾ ചേർത്ത് കൊടുത്തു. അത് ലാസ്റ്റ് ഡോർ അടച്ചു എന്നാണ്. അപ്പൊ ഷീ ടോൾഡ് ഹിം ടു ക്ലോസ് ദ ഡോർ എന്നാണ് അതിന്റെ ആൻസർ ആയിട്ട് റിപ്പോർട്ടഡ് സ്പീച്ചിലോട്ട് മാറ്റുമ്പോൾ വരുന്നത്. ഡയറക്റ്റ് സ്പീച്ച് ക്ലോസ് ദ ഡോർ എന്നാണ്, അത് റിപ്പോർട്ടഡ് സ്പീച്ചിലോട്ട് മാറ്റുമ്പോൾ ഷീ ടോൾഡ് ഹിം ടു ക്ലോസ് ദ ഡോർ എന്ന് വരും. അപ്പൊ നെക്സ്റ്റ് വന്നിട്ട് നമുക്കൊരു സെന്റൻസ് തന്നു വെച്ചു, ഒരാള് പറയുന്നതായിട്ട് സെന്റൻസ് തന്നു. അപ്പൊ സിറ്റ് ഡൗൺ ബോയ്സ് സെഡ് ദ പ്രൊഫസർ എന്ന് വരികയാണെങ്കിൽ എഴുതിക്കോളൂ, സിറ്റ് ഡൗൺ ബോയ്സ്, സിറ്റ് ഡൗൺ ബോയ്സ് സെഡ് ദ പ്രൊഫസർ. പ്രൊഫസർ പറഞ്ഞു, ആൺകുട്ടികളോട് പറഞ്ഞു സിറ്റ് ഡൗൺ എന്ന് പറഞ്ഞു. അപ്പൊ അത് നമുക്ക് റിപ്പോർട്ടഡ് സ്പീച്ചിലോട്ട് മാറ്റണം അല്ലെ. അപ്പൊ സിറ്റ് ഡൗൺ ബോയ്സ് സെഡ് ദ പ്രൊഫസർ എന്നത് റിപ്പോർട്ടഡ് സ്പീച്ചിലോട്ട് മാറ്റുമ്പോൾ ദ പ്രൊഫസർ, ആദ്യം നമുക്ക് പ്രൊഫസർ എഴുതണം, നമുക്ക് കണക്ട് ചെയ്യണം അല്ലെ. നമുക്ക് എന്താണ് സ്പീക്കർ എന്ന രീതിയിൽ കണക്ട് ചെയ്യുകയാണ്. ദ പ്രൊഫസർ എന്ന് എഴുതാം, ദ പ്രൊഫസർ. ടോൾഡ്, ഞാൻ പറഞ്ഞു ടോൾഡ്, ആസ്ക്ഡ്, ഓർഡേഡ്, റിക്വസ്റ്റഡ്, അഡ്വൈസ്ഡ്, അതെല്ലാം നമ്മൾ ചേർത്ത് എഴുതണം. കാരണം ഇമ്പറേറ്റീവ് സെന്റൻസിൽ റിപ്പോർട്ടഡ് സ്പീച്ചിലോട്ട് മാറ്റുമ്പോൾ ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മൾ അത് ടോൾഡ് എന്ന് കൊടുത്തു. കാരണം ആ സെന്റൻസ് നോക്കുമ്പോൾ സിറ്റ് ഡൗൺ ബോയ്സ് സാധാ ഒരു സെന്റൻസ് ആയിട്ടാണ് പറയുന്ന ഒരു രീതിയാണ്, ഒരിക്കലും കമാൻഡ് അല്ല, ഓർഡേർഡ് അല്ല, അപ്പൊ കമാൻഡ് ഒന്നുമല്ല. അപ്പൊ അതുകൊണ്ട് സിറ്റ് ഡൗൺ ബോയ്സ് എന്ന് പറയുന്നത് ഒരു പറയുന്ന ഒരു രീതി ആയതുകൊണ്ട് ടോൾഡ് എന്ന് കൊടുത്തു. ടോൾഡ്, ആരോട് പറഞ്ഞു. നെക്സ്റ്റ് ഇൻഡയറക്റ്റ് ഒബ്ജക്ട് എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡ് പേഴ്സൺ എന്ന് വിചാരിച്ചാൽ മതി. അപ്പൊ ഇച്ചിരി കൂടി എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാവും. ഇൻഡയറക്റ്റ് ഒബ്ജക്ട് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് പേഴ്സൺ, ആരോട് പറഞ്ഞു എന്ന് എഴുതിയാൽ മതി. അപ്പൊ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ആയിട്ട് ദ ബോയ്സ് എന്നാണ് പറയുന്നത്, ദ ബോയ്സ് അല്ലെ. അപ്പൊ ദ ബോയ്സ്, അപ്പൊ ദ പ്രൊഫസർ ടോൾഡ് ദ ബോയ്സ് എന്നായി. അപ്പൊ നെക്സ്റ്റ് ചേർക്കേണ്ടത് ടു എന്നാണ്, TO, ടു. അപ്പൊ അതും കൂടെ ജോയിൻ ചെയ്യുക, കാരണം അത് പോസിറ്റീവ് ആണ്. അപ്പൊ ടു എന്ന് ജോയിൻ ചെയ്തു. നെക്സ്റ്റ് ആ സെന്റൻസിൽ ലാസ്റ്റ് ഉള്ളത് വേർബ് ഫോം ആണ് ചെയ്യേണ്ടത്. അപ്പൊ ബേസ് വെർബ് ആയ സിറ്റ് ഡൗൺ എന്ന് നമ്മൾ ജോയിൻ ചെയ്തു. അതുകൊണ്ടാണ് ദ പ്രൊഫസർ ടോൾഡ് ദ ബോയ്സ് ടു സിറ്റ് ഡൗൺ എന്ന ആൻസർ വന്നത്. അപ്പൊ ഒന്നും കൂടെ പറയാം, ദ പ്രൊഫസർ ടോൾഡ് ദ ബോയ്സ് ടു സിറ്റ് ഡൗൺ എന്ന് വന്നത്. ഇത് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇമ്പറേറ്റീവ് സെന്റൻസിൽ റിപ്പോർട്ടർ സ്പീച്ച് ആണ്. അപ്പൊ നെക്സ്റ്റ് വന്നിട്ട് ഒരു നെഗറ്റീവും കൂടെ നോക്കാം. നെഗറ്റീവ് വരുമ്പോൾ നമുക്ക് എങ്ങനെ വരും എന്നും കൂടെ നോക്കാം. അപ്പൊ അത് ഫസ്റ്റ് വന്നിട്ട് ക്വസ്റ്റ്യൻ ഇതാണ്, എഴുതിക്കോളൂ. മനസ്സിലായെങ്കിൽ സ്പീഡ് കുറയ്ക്കണമെങ്കിൽ പറയണം കേട്ടോ. ഞാൻ സ്പീഡിലാണ് പോണെങ്കിൽ ഒന്ന് പറയണേ. സ്പീഡ് കുറയ്ക്കാം. അപ്പൊ എഴുതിയാ മതിയേ. ദ ബോയ് said to the teacher, said, SAID, said to the teacher. The boy said to the teacher, please don't tell my parents about this. Please don't tell my parents about this. ഒരു തവണയും കൂടെ പറയാം. The boy said to the teacher, please don't tell my parents about this. അപ്പൊ ഇത് അതിന്റെ എന്താണ് മീനിങ് വരുന്നത്, ബോയ് ടീച്ചറോട് പറഞ്ഞു ദയവ് ചെയ്ത് എന്താണ് എന്റെ പാരന്റ്സിനോട് ഇതിനെ കുറിച്ച് പറയരുത് അല്ലെ. പ്ലീസ് എന്ന് വന്നു. അപ്പൊ പ്ലീസ് എന്ന് വരുമ്പോൾ നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ചിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇമ്പറേറ്റീവ് സെന്റൻസ് റിപ്പോർട്ട് സ്പീച്ചിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ പ്ലീസ് യൂസ് ചെയ്യൂല. അപ്പൊ ഇത് അത് മാത്രമല്ല ഡോണ്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഡോണ്ട് യൂസ് ചെയ്യുമ്പോൾ എങ്ങനെ വരും എന്ന് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ റിപ്പോർട്ടിംഗ് വേർബ് എഴുതണം. റിപ്പോർട്ടിംഗ് വേർബ് എഴുതുന്നതിന് മുമ്പ് കണക്ട് ചെയ്യണം അല്ലെ, സ്പീക്കർ അതൊക്കെ കണക്ട് ചെയ്യണം. അപ്പൊ ദ ബോയ് എന്ന് നമ്മൾ ചേർത്തു, ദ ബോയ് ചേർത്തു. ബോയുടെ കൂടെ ആരോട് പറഞ്ഞു, അപ്പൊ റിപ്പോർട്ടിംഗ് വേർബ് ചേർക്കണം, സെഡ്. ദ ബോയ് സെഡ് ടു ദ ടീച്ചർ.
അതാണ് ക്വസ്റ്റ്യൻ ഉള്ളത്. അപ്പൊ ദ ബോയ് സെഡ് എന്നുള്ളത് എന്താക്കണം, നമ്മളത് ടീച്ചറോട് പറഞ്ഞു. അപ്പൊ പറയുന്നത് നമ്മൾ റിക്വസ്റ്റ് ആയിട്ടാണോ, ഓർഡർ ആയിട്ടാണോ, കമാൻഡ് ആയിട്ടാണോ, അഡ്വൈസ് ആയിട്ടാണോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പൊ റിക്വസ്റ്റഡ് ആയിട്ടാണ് ഇത് ചോദിക്കുന്നത്. ദ ബോയ് റിക്വസ്റ്റഡ് ആയിട്ടാണ് ചോദിക്കുന്നത്. പ്ലീസ് എന്ന് വന്നതുകൊണ്ട് റിക്വസ്റ്റഡ് ആണ്. അപ്പൊ ദ ബോയ് റിക്വസ്റ്റഡ് ചെയ്തു, റിക്വസ്റ്റഡ് ദ ടീച്ചർ, ടീച്ചറോട് റിക്വസ്റ്റ് ചെയ്തു. നെക്സ്റ്റ് എഴുതാൻ പോണത് ടു ആണ് ചേർക്കേണ്ടത്. ടു ചേർക്കുമ്പോൾ നമ്മൾ ഇതിവിടെ ഡോണ്ട് എന്നാ വന്നിരിക്കുന്നത്. പ്ലീസ് ഡോണ്ട് അല്ലെ, പ്ലീസ് ഡോണ്ട് എന്ന് വന്നതുകൊണ്ട് ഡോണ്ട് നമ്മൾ നോട്ട് ടു എന്നാവും. നമ്മൾ സാധാ പോസിറ്റീവില് ടു എന്ന് മാത്രമേ വരത്തുള്ളൂ. അതേസമയം നെഗറ്റീവ് വരുമ്പോൾ ഡോണ്ട് എല്ലാം വരുന്നത് നെഗറ്റീവ് ആണ് അല്ലെ, നെഗറ്റീവ് സെന്റൻസ് ആണ് ഡോണ്ട് എന്ന് വരുന്നത്. അപ്പൊ ഡോണ്ട് എന്ന് വരുമ്പോൾ നോട്ട് ടു ആണ് ചേർക്കേണ്ടത്. അപ്പോ ദ ബോയ് റിക്വസ്റ്റഡ് ആരോട്, ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ആയ ദ ടീച്ചർ. ഇൻഡയറക്റ്റ് ഒബ്ജക്ട് പറഞ്ഞാൽ സെക്കൻഡ് പേഴ്സൺ ദ ടീച്ചർ എന്ന് വന്നു. നോട്ട് ടു എന്ന് ആഡ് ചെയ്തു. അത് നെഗറ്റീവ് ആയതുകൊണ്ടാണ് നോട്ട് ടു എന്ന് ആഡ് ചെയ്തത്. നെക്സ്റ്റ് ബേസ് വെർബിലോട്ടാണ് പോകുന്നത്. ടെൽ ആണ്. ഓക്കെ, നെക്സ്റ്റ് മൈ പാരന്റ്സ് അബൌട്ട് ദിസ് എന്നാണ്. മൈ പാരന്റ്സ് എന്ന് പറഞ്ഞാൽ അവന്റെ പാരന്റ്സിനോട് പറയരുത് എന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ തേർഡ് പേഴ്സണോട് പറയുമ്പോൾ അതൊരിക്കലും മൈ പാരന്റ്സ് എന്ന് പറയരുത് അല്ലെ, അത് നമുക്ക് ചേഞ്ച് ആവും. കുറച്ചപ്പോഴേ ചേഞ്ച് ചെയ്യണം എന്ന് പറഞ്ഞ പോലെ മൈ എന്നുള്ളത് ഹിസ് പാരന്റ്സ് എന്നാവും. ഹിസ് പാരന്റ്സ് എന്നാവും. അപ്പൊ അത് മൈ അത് ശ്രദ്ധിക്കണം. അത് നമുക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് മൈ എന്നുള്ളത് ഹിസ് ആവും. ഇല്ലെങ്കിൽ മൈ ഉള്ളത് ഒരു ഗേൾ സെഡ് ആണെന്ന് പറഞ്ഞു വെച്ചാൽ ഹെയർ ആവും. അത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഹിസ് പാരന്റ്, ബാക്കി അതേപോലെ അബൌട്ട് ദിസ് വേർബ് ആണ്, ബേസ് വേർബ് ആണ്. അപ്പൊ ഹിസ് പാരന്റ്സ് അബൌട്ട് ദിസ് എന്ന് വരും. അപ്പൊ ആൻസർ ഒന്നും കൂടെ പറയാം. ഇത് ബോയ് അബൌട്ട് ദിസ് എന്നാ വരുന്നുള്ളൂ. ദിസ് ദാറ്റ് ആക്കണം, അബൌട്ട് ദാറ്റ് എന്നാക്കണം. അപ്പൊ ദ ബോയ് റിക്വസ്റ്റഡ് ദ ടീച്ചർ നോട്ട് ടു ടെൽ ഹിസ് പാരന്റ് അബൌട്ട് ദാറ്റ് എന്നാക്കണം. ദിസ് എന്നുള്ളത് ദാറ്റ് ആക്കണം കേട്ടോ, സോറി മിസ്റ്റേക്ക് വന്നാണ്. അപ്പൊ ദ ബോയ് സെഡ് ടു ദ ടീച്ചർ പ്ലീസ് ഡോണ്ട് ടെൽ മൈ പാരന്റ് അബൌട്ട് ദിസ് എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് സെന്റൻസ് ആണ്. ഇതിൽ ശ്രദ്ധിക്കേണ്ടത് വന്നാൽ ഡോണ്ട് എന്ന് വരുമ്പോൾ നോട്ട് ടു ചേർക്കണം. പിന്നെ മൈ പാരന്റ്സ് എന്നുള്ളത് ഹിസ് പാരന്റ്സ് ആക്കണം. അബൌട്ട് ദിസ് എന്നുള്ളത് അബൌട്ട് ദാറ്റ് ആക്കണം. ഇത് മൂന്നെണ്ണം കൺവേർട്ട് ആവും, അത് ശ്രദ്ധിക്കണം. ഇത് നെഗറ്റീവ് സെന്റൻസ് ആണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒന്നും കൂടെ പറയാം, ഒരു എക്സാമ്പിൾ കൂടെ. ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം ആൻഡ് മണി മൈ ലെക്ചറർ സെഡ്. അപ്പൊ എന്റെ ലെക്ചറർ പറഞ്ഞു ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം, എഴുതിക്കോളൂ കേട്ടോ. ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം, ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം ആൻഡ് മണി my lecture said. Don't waste your time and money my lecture, lecture said. നിങ്ങളുടെ സമയവും പൈസയും അല്ലെ വേസ്റ്റ് ചെയ്യരുത് എന്ന് ലെക്ചർ പറഞ്ഞു. ഇത് നമുക്ക് ഈ ഒരു സെന്റൻസ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് എന്ത് സെന്റൻസ് ആണ്. ഒന്ന് പറയാവോ എന്ത് സെന്റൻസ് ആണെന്ന്? എന്താണ്, ഓർഡർ ആണോ, അഡ്വൈസ് ആണ്? അതെ, അഡ്വൈസ് ആണ്. അപ്പൊ നമുക്കിത് ഈ സെന്റൻസ് ആദ്യം നമുക്ക് നോക്കി മനസ്സിലാക്കണം. ഓർഡർ ആണോ, കമാൻഡ് ആണോ, റിക്വസ്റ്റ് ആണോ, അഡ്വൈസ് ആണോ, അതല്ല ഒരു സജസ്റ്റഡ് ആണോ, ഇതെല്ലാം മനസ്സിലാക്കണം. അത് മനസ്സിലാക്കുമ്പോൾ തന്നെ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പൊ ഡോണ്ട് വേസ്റ്റ് ഇട്ട്, അപ്പൊ നമുക്ക് സ്ട്രക്ചറിലോട്ട് മാറ്റുമ്പോൾ റിപ്പോർട്ടിംഗ് വേർബ് ആദ്യം വരണം അല്ലെ, റിപ്പോർട്ടിംഗ് വേർബ് ആദ്യം വരണം. അതിനു മുമ്പായിട്ട് ആരോട് പറഞ്ഞു അല്ലെങ്കിൽ ആരാ പറഞ്ഞു എന്നാണ്. ആര് പറഞ്ഞു? അപ്പൊ മൈ ലെക്ചറർ എന്റെ ലെക്ചറർ പറഞ്ഞു. അഡ്വൈസ്ഡ് അല്ലെ, അതാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്, റിപ്പോർട്ടിംഗ് വേർബായി യൂസ് ചെയ്യുന്നത് അഡ്വൈസ്ഡ് എന്നാണ്. പിന്നെ വന്നിട്ട് ഇവിടെ ഒന്നും പറഞ്ഞിട്ടില്ല അല്ലെ. മൈ എന്ന് പറഞ്ഞത് എന്നോട് തന്നെയാണെന്നാണ് ഇതിന്റെ ഇത് വരുന്നത്. അപ്പൊ മീനിങ് വരുന്നത് മൈ ലെക്ചർ സെഡ്, അപ്പൊ എന്നോട് തന്നെ ആയിരിക്കും പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ സെക്കൻഡ് പേഴ്സൺ ആയിട്ട് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഇൻഡയറക്റ്റഡ് ഒബ്ജക്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് മീ എന്ന് തന്നെയാണ്. അപ്പൊ മൈ ലെക്ചർ അഡ്വൈസ്ഡ് മീ എന്ന് തന്നെ വരും. അപ്പൊ മീ തന്നെയാണ് നമ്മളുടെ സെക്കൻഡ് പേഴ്സൺ ആയിട്ട്, അതല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ നെക്സ്റ്റ്, അപ്പൊ അതിന്റെ ഒപ്പമായിട്ട്
മീ ചേർത്ത ശേഷം അപ്പൊ പിന്നെന്താ ഡോണ്ട് എന്ന് വന്നിട്ടുണ്ട്. ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം എന്ന് വന്നിട്ടുണ്ട് അല്ലെ, ഡോണ്ട്. അപ്പൊ ഡോണ്ട് എന്ന് പറയുമ്പോൾ ടു, ഇത് നെഗറ്റീവ് ആയ ഒരു സെന്റൻസ് ആയതുകൊണ്ട് ഡോണ്ടിന്റെ അവിടെ നോട്ട് ടു എന്നാ വരേണ്ടത്. ഒരിക്കലും ഡോണ്ട് എഴുതരുത്. ഡോണ്ടിന്റെ അവിടെ നമ്മൾ മാറ്റുമ്പോൾ നോട്ട് ടു എന്നാണ് വരുന്നത്. നോട്ട് ടു എന്ന് ചേർക്കണം. പിന്നെ നെക്സ്റ്റ് വന്നിട്ട് അതോടൊപ്പം ചേർക്കേണ്ടത് ബേസ് വെർബാണ്. അപ്പൊ അതിൽ ബേസ് വെർബായിട്ട് കൊടുത്തിരിക്കുന്നത് ബാക്കി സെന്റൻസ് ആണ്. ബാക്കി സെന്റൻസിൽ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ നോക്കി എടുത്തെഴുതണം. അപ്പൊ വേസ്റ്റ് യുവർ ടൈം ആൻഡ് മണി എന്നാണ്. അപ്പൊ ഡോണ്ട് ഉള്ളത് മാറ്റിയിട്ട് നോട്ട് ടു എന്നാക്കി. വേസ്റ്റ് യുവർ ടൈം ആൻഡ് മണി എന്നുള്ളത്, അപ്പൊ അതിൽ എന്തെങ്കിലും മാറ്റം വരണോ? പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? വേസ്റ്റിന് ശേഷം യുവർ എന്നുള്ളത് മൈ ആക്കണം. മൈ ആക്കിയാൽ അത് കറക്റ്റ് സെന്റൻസ് ആവുള്ളൂ. അപ്പൊ മൈ ടൈം ആൻഡ് മണി എന്നുള്ളതാണ് കറക്റ്റ് ഫോം. അപ്പൊ അതിന്റെ ആൻസർ വരുന്നത് ദ ലെക്ചറർ അഡ്വൈസ്ഡ് മീ നോട്ട് ടു വേസ്റ്റ് മൈ ടൈം ആൻഡ് മണി. ഒരു തവണയും കൂടെ പറയാം എഴുതാനായിട്ട്. മൈ ലെക്ചറർ അഡ്വൈസ്ഡ് മീ നോട്ട് ടു വേസ്റ്റ് മൈ ടൈം ആൻഡ് മണി എന്നുള്ളതാണ് വന്നത്. അപ്പൊ ഞാനൊരു 4 എക്സാമ്പിൾസ് പറഞ്ഞു. ബാക്കി നമ്മൾ ഞാൻ 2 എക്സാമ്പിൾസ് എടുത്തത് വന്നിട്ട് നമ്മുടെ എക്സസൈസ് തന്നിട്ടുണ്ടായിരുന്നല്ലോ, PDF തന്നിട്ടുണ്ട്, അതിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അതിൽ നിന്ന് ഒരു 7 കൂടെ ബാക്കിയുണ്ട് കേട്ടോ. അതെല്ലാവരും വർക്കായി ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ചോദിച്ചാൽ മതി. അത് അതിന്റെ ഡിഫൈൻ ചെയ്ത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോ പിന്നെ വന്നിട്ട് ഡോണ്ട് എന്നുള്ളത് നോട്ട് ടു ആവും. അത് ഒരിക്കലും മാറരുത്. പിന്നെ സെന്റൻസ് മാറുമ്പോൾ ഡിഫറൻസും കൂടെ നോക്കണം. നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണെന്നും കൂടെ നോക്കണം. ഐ ഹോപ്പ് all of you understand. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു. നന്നായി ക്ലാസ് എടുത്തു കേട്ടോ. താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യുടാ. മാം കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ ആരെങ്കിലും? ജിഷ? യെസ് മാം. നെക്സ്റ്റ് വന്നിട്ട് മുഹസിന കൺക്ലൂഷൻ ആയിട്ട് വരുന്നുണ്ട്. മുഹസിന വെൽക്കം. ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. കേൾക്കാനുണ്ടോ? യെസ് കേൾക്കുന്നുണ്ടടാ. ഒരു സെന്റൻസ് ഇംപെരറ്റീവ് സെന്റൻസ് ആണെങ്കിൽ അതിൽ കമാൻഡ്, റിക്വസ്റ്റ്, അഡ്വൈസർ, വിഷ്, ബെഗഡ് അതൊക്കെ ഉണ്ടാവും. ഒരു സെന്റൻസ് നോക്കിയിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കണം. അങ്ങനെ നോക്കുകയാണെങ്കിൽ അതെങ്ങനെ ഇൻഡയറക്റ്റിലേക്ക് മാറ്റുകയാണെങ്കിൽ അതിന്റെ ഫോം ഫസ്റ്റ് പേഴ്സൺ ഏതാണോ അത് എഴുതുക. എന്നിട്ട് റിപ്പോർട്ടിംഗ് വെർബാണ് റിക്വസ്റ്റഡ്, ആസ്ക്ഡ്, അഡ്വൈസ്ഡ്, സജസ്റ്റഡ് അങ്ങനത്തതൊക്കെ റിപ്പോർട്ടിംഗ് വെർബാണ്. പിന്നെ സെക്കൻഡ് പേഴ്സൺ ഏതാണോ അത് എഴുതുക. പിന്നെ അടുത്ത് ടു ഓർ നോട്ട് ടു. ഡോണ്ട് ആണെങ്കിൽ നോട്ട് ടു ചേർക്കണം, അല്ലെങ്കിൽ സാധാ ആണെങ്കിൽ ടു ചേർത്താൽ മതി. പിന്നെ ബേസ് ഫോം ചേർക്കുക. ഇതാണ് ഇൻഡയറക്റ്റിലേക്ക് മാറ്റുമ്പോൾ സെന്റൻസ് ഇൻഡയറക്റ്റിലേക്ക് മാറ്റുമ്പോൾ ഇതാണ് സ്ട്രക്ചർ. പിന്നെ പ്ലീസ് വന്നാൽ അത് ഒഴിവാക്കണം. പിന്നെ ഡോണ്ട് വന്നാൽ നോട്ട് ടു ചേർക്കണം. അതൊക്കെ തന്നെ മെയിനായിട്ട് മാറ്റങ്ങളുണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? മുഹസിന ടെൻഷൻ ഉണ്ടോ? ചെറുതായിട്ട്. എന്തിനാ ടെൻഷൻ? അത് പറയുക. ഓക്കെ, മുഹസിനക്ക് മനസ്സിലായോ എങ്ങനെയാണ് ഇംപെരറ്റീവ് സെന്റൻസ് എങ്ങനെ റിപ്പോർട്ട് ചെയ്യാന്ന്? മനസ്സിലായോ? മനസ്സിലായി. ക്ലിയർ ആണ്. ഓക്കെ, സോ ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഉണ്ടെങ്കിൽ ചോദിക്കൂ, മുഹസിനോട് ചോദിക്കൂ. ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറയൂ. റെസ്പോണ്ട് ചെയ്യൂ എന്തെങ്കിലും. ക്ലിയർ ആണ്. ഇതിന്റെയൊക്കെ നോട്ട്സ് നമ്മൾ ഗ്രൂപ്പിൽ ഇടണായിരിക്കും കേട്ടോ. ഫസ്റ്റ് മുതലുള്ള നമ്മൾ പറഞ്ഞിട്ടുള്ള അതിൽ എക്സാമ്പിൾസ് മാത്രമാണ് ജിഷാന പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിൽ എന്തൊക്കെ നോട്ട് ഉണ്ടോ അതെല്ലാം നമ്മൾ ഗ്രൂപ്പിലിടും. എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാത്തത് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. ഗ്രൂപ്പിൽ തന്നെ ചോദിക്കുക. അപ്പൊ നമ്മൾ അതൊന്നും കൂടെ പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, സോ കഴിഞ്ഞു അല്ലെ ക്ലാസ്? ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. സോ ഹൗ ഡു യു ഫീൽ നൗ? ഗ്രൂപ്പ് നമ്പർ 1 ചോദ്യം. എന്താണ് നിങ്ങൾക്ക് എന്ത് തോന്നി ക്ലാസ് എടുത്തിട്ട്? കേക്കട്ടെ, എക്സ്പീരിയൻസ് പറയൂ. എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ അടിപൊളിയായിരുന്നു. കാരണം നമുക്ക് തന്നൊരു വർക്ക് നമുക്ക്
അടിപൊളിയായിട്ട് തന്നെ ചെയ്യണം എന്നുണ്ടായിരുന്നു. അത് കാരണം അന്ന് തുടങ്ങിയതാണ് നമ്മൾ ഇതിന്റെ പിന്നാലെ നടക്കല്. ഒരു ഗ്രൂപ്പൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഗ്രൂപ്പ് കോൾ ചെയ്ത് ചർച്ച ചെയ്തിട്ട് നമ്മൾ എന്തൊക്കെ പറയണം, ആരൊക്കെ ഫസ്റ്റ്, ഗോപിക ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. അതായത് എന്താണ് ഇംപറേറ്റീവ് സെന്റൻസ് എന്നുള്ളത് അവള് പറഞ്ഞു. അതിനുശേഷം എനിക്ക് വന്നത് ഇംപറേറ്റീവ് സെന്റൻസ് നമ്മൾ കൺവേർട്ട് ചെയ്തിട്ട് റിപ്പോർട്ടർ സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ വരുന്ന മാറ്റങ്ങളാണ്. ഇത് നമ്മളിപ്പോ ഫസ്റ്റിൽ നമ്മൾ കൊടുക്കുകയാണ്, അവർക്ക് നോട്ട് വരെ കൊടുത്തിട്ടാണ് നമ്മളിത് പറയണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ അവർക്ക് ക്ലിയർ ആവും. പക്ഷെ നമുക്ക് രണ്ടും കൂടെ ചെയ്യാനുള്ള ടൈമില്ല, ആകെ നമുക്ക് 1 hour അല്ലേ ഉള്ളൂ. അപ്പൊ അത് കാരണമാണ് നോട്ട് പിന്നെ തരാന്ന് പറഞ്ഞിട്ടുള്ളത്. അത് എങ്ങനൊക്കെ മാറ്റങ്ങൾ വരും, എന്തൊക്കെ ചേഞ്ചുകൾ അതിൽ വരും എന്നുള്ളത് പറഞ്ഞു. പിന്നെ എക്സാമ്പിൾസ് വന്നിട്ടുള്ളത് ജിഷാനായിരുന്നു പറഞ്ഞത്. അത് എക്സാമ്പിൾസ് ചെയ്യിപ്പിക്കുമ്പോൾ ഒന്നും കൂടെ അവർക്ക് അറിയാൻ പറ്റും. പിന്നെ കൺക്ലൂഷൻ എന്നുള്ള രീതിയിലാണ് മോസിനെ പറഞ്ഞിട്ടുള്ളത്. ഒന്ന് ഓടിച്ചെല്ലാം പറഞ്ഞു പോയിട്ടുള്ളതാണ്. നുസൈബ എന്ന് പറഞ്ഞ കുട്ടിക്ക് സുഖമില്ലാത്തത് കൊണ്ട് അവൾക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. അവൾ ഇതില് സജീവമായിട്ടുണ്ടായിരുന്നതായിരുന്നു. അപ്പൊ ഞങ്ങളെ ഒരു ഗ്രൂപ്പ് വർക്ക് ആയിരുന്നത്. കാരണം അന്ന് തുടങ്ങിയിട്ടുള്ളതായിരുന്നു. ഒരു 6 A4 ഷീറ്റ് എങ്ങാണ്ട് ഇതിന്റെ നോട്ട്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത്രയും മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ വരെ എഴുതി വെച്ചിട്ടുണ്ട്. കാരണം എവിടുന്ന് അവര് ചോദിച്ചാലും നമുക്ക് പറഞ്ഞു കൊടുക്കണം. ആസ് എ ടീച്ചർ എന്നുള്ള രീതിയിൽ നമുക്ക് പറഞ്ഞു കൊടുക്കണമല്ലോ. ഒരു ടീച്ചറെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലായത്. പിന്നെ അത് മാത്രല്ല, നീ ഒരിക്കലും ഇംപറേറ്റീവ് സെന്റൻസ് എന്താണെന്നുള്ളത് മറക്കുകയല്ല. എനിക്ക് എന്റെ എക്സ്പീരിയൻസ് പറയുന്നത് ഇതാണ്. നീ മറ്റുള്ളവരോട് ചോദിക്കുമ്പോ യെസ് മാം. നുസൈബ പെട്ടെന്നായിരുന്നു കൊച്ചിന് സുഖം. ഇന്ന് രാവിലെയാണ് അവൾ പറഞ്ഞത്. അപ്പൊ പിന്നെ അവളുടെ പോർഷൻ ആയിരുന്നു ഞാൻ കവർ ചെയ്ത് നിന്ന്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഡൗട്ട് ക്ലിയറൻസ് ആയിരുന്നു. പിന്നെ ഞാൻ അത് പ്രിപ്പയർ ചെയ്തു. അപ്പോ നല്ല രീതിയിൽ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പിന്നെ ചോദിക്കാം. പിന്നെ എല്ലാം മനസ്സിലായി. നമുക്ക് കൂടുതൽ ഇപ്പോ ഫസീല പറഞ്ഞതുപോലെ നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ട് കൊടുക്കുമ്പോഴാണ് കൂടുതൽ ഒന്നും കൂടെ നമ്മൾ പഠിക്കുക എന്ന് പറഞ്ഞാൽ ശരിയാണ്. നമുക്ക് ഒന്നും കൂടെ നമുക്ക് നല്ലോണം ടീച്ച് നല്ല രീതിയിൽ ബെറ്റർ ആവും. മിസ് ഒന്ന് പറഞ്ഞു നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്യുമ്പോൾ ആണ് കൂടുതലായിട്ട് നമുക്ക് എല്ലാം മനസ്സിലാവുക എന്നുള്ളത് ശരിയാണ്. അതൊരു വാസ്തവമാണ്. അത് മാത്രമല്ല ജിഷാന, നല്ല കോൺഫിഡന്റും വേണം. നല്ല കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇതുപോലെ ക്ലാസ് എടുക്കാൻ പറ്റുള്ളൂ. അതെ 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 അതെ, കോൺഫിഡൻസ് വേണം. 3 നന്നായി ക്ലാസ് എടുത്തിട്ടുണ്ട്. നന്നായി മനസ്സിലാവും ചെയ്ത്. താങ്ക് യു. കോൺഫിഡൻസ് വരുന്നത് എങ്ങനെയാണെന്ന് അറിയോ സഹര? നമ്മള് ആ കാര്യത്തെ കുറിച്ച് കൂടുതൽ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കൊരു കോൺഫിഡൻസ് ഓട്ടോമാറ്റിക് ആയിട്ട് വരും. കാരണം എവിടെ നിന്ന് ചോദിച്ചാലും എനിക്കത് ഉത്തരം പറയാൻ പറ്റും എന്നുള്ള ധൈര്യമാണ് അവിടെ. ഓക്കെ, അത്രയും നമുക്ക് നോളജ് ഉണ്ടാവണം. അതുണ്ടെങ്കിൽ നമുക്ക് എവിടെയും ആരുടെ മുന്നിലും ക്ലാസ് എടുക്കാം. മിസ് അഭിപ്രായം പറഞ്ഞില്ല. അഭിപ്രായം പറഞ്ഞ ക്ലാസ് പോരാതെ വരും. പറയാൻ വരികയാണ് ഞാൻ. ഓക്കെ, സോ ഇന്ന് കുറച്ച് ഫ്രീ ആയി ഞാൻ, അത് സത്യം. പിന്നെ നന്നായിട്ട് ക്ലാസ് എടുത്തു കേട്ടോ. കുറച്ച് ടെൻഷൻ ഉണ്ടോന്ന് ചോദിച്ചാ ഉണ്ട്. എന്നാലും നിങ്ങൾ ക്ലാസ് എടുത്ത് വന്നപ്പോ ആ ഒരു ടെൻഷനോ ഇതൊന്നും പിന്നെ ഫീൽ ചെയ്തില്ല. ഓക്കെ, പിന്നെ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്, കഷ്ടപ്പെട്ട് പഠിച്ചിട്ടുണ്ട് എല്ലാവരും. ഓക്കെ, മാക്സിമം നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. എന്നാലും അവിടെ എവിടെയോ കൺഫ്യൂഷൻ ചെറുതായിട്ടുണ്ട്. ഓക്കെ, സോ അത് നോട്ട് അവർ തരുമ്പോ ക്ലിയർ ആകും. പിന്നെന്താ, അപ്പോ എല്ലാവർക്കും മനസ്സിലായില്ലേ? നിങ്ങളുടെ ഉള്ളിലും ഒരു ടീച്ചർ ഉണ്ട് അല്ലെ? മനസ്സിലായി, കുറെ കാര്യങ്ങൾ മനസ്സിലായി. സോ കഴിഞ്ഞ ക്ലാസ്സിലെ ഗ്രൂപ്പ് ഡിവൈഡ് ചെയ്തപ്പോ ഉണ്ടായ ടെൻഷനോ കാര്യങ്ങളോ ഇപ്പോ ഇല്ല. അത് മാത്രല്ല, കോൺഫിഡൻസ് ഈ പ്രസന്റ് ചെയ്തവർക്ക് മാക്സിമം കൂടിയിട്ടുണ്ട്. ശരിയല്ലേ? ഇതാണ്, ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളെ ഈ ഗ്രൂപ്പ് ഡിവൈഡ് ചെയ്ത് ക്ലാസ് എടുക്കാൻ പറഞ്ഞത്. അത് പറഞ്ഞപ്പോ എല്ലാവരും ഓരോ മിസ് വേണ്ട മിസ് എന്ന് പറഞ്ഞു. കണ്ടോ? ഇങ്ങനെ നമുക്ക് ഇടക്ക് തരികയാണെങ്കിൽ നമ്മൾ ആ ഭാഗം ഉണ്ടല്ലോ ഒരിക്കലും മറക്കില്ല. കാരണം അതിന് വേണ്ടിയിട്ട് നമ്മൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരിക്കലും മറക്കില്ല. ശരിയാ, പഠിച്ച കാര്യം ഞാൻ പറഞ്ഞല്ലോ, കാണാതെ പഠിക്കരുത്. ബൈഹാർട്ട് പഠിച്ചാൽ മറക്കും. പക്ഷെ മനസ്സിലാക്കി പഠിച്ചാൽ എന്തും ലൈഫ് ലോങ് നമ്മുടെ ഉള്ളിൽ നിന്നുണ്ടാവും. നിങ്ങൾ ഒരിക്കലും ഈ സാധനം മറക്കില്ല. എവിടെ നിന്ന് കേട്ടാലും നിങ്ങൾ ആർക്കായാലും പറഞ്ഞു കൊടുക്കും. ഓക്കെ, പിന്നെ ഇനിയും തരും കേട്ടോ, പേടിക്കണ്ട. ചാപ്റ്റേഴ്സ് ഇനി കിടപ്പുണ്ട്, അതൊക്കെ നിങ്ങൾക്ക് ഞാൻ തരും. ഇപ്പോ പ്രസന്റ് ചെയ്യാത്തവർക്ക് ഇതെല്ലാം ഞാൻ തരുന്നുണ്ട്. ഓക്കെ, ഇനി അങ്ങോട്ട് പ്രസന്റേഷൻ ആണ്. മാക്സിമം കോൺഫിഡൻസ് ലെവൽ ഇൻക്രീസ് ചെയ്യാണ്ട് രക്ഷയില്ല. ടീച്ചർ അല്ലേ, പോകണ്ടേ, പഠിപ്പിക്കാൻ പോകണ്ടേ? ഓക്കെ,
സോ ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യാം. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീണ്ടും ചോദിക്കുക. ഓക്കെ, ക്ലിയർ ചെയ്യാം. ദെൻ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുന്ന ടോപ്പിക് അറിയാലോ, ഗ്രൂപ്പ് നമ്പർ 2 മറക്കരുത്. സോ നല്ല രീതിയിൽ ഇതേപോലെ തന്നെ നല്ല രീതിയിൽ ക്ലാസ് എടുക്കുക, എല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കുക, ഡൗട്ട് ക്ലിയർ ചെയ്യാം. ഓക്കെ, ഒരുപാട് എക്സാമ്പിൾസ് ആയിട്ട് വരും കേട്ടോ. ഇതിനെ കൊണ്ട് ആക്ടിവിറ്റീസ് ചെയ്യിപ്പിക്കണം എന്തായാലും. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. ഇന്നത്തെ ക്ലാസ് വളരെ നല്ല ക്ലാസ് ആയിരുന്നു. ഇതുവരെ ഒരു ക്ലാസ് ഞാൻ എനിക്ക് പെട്ടെന്ന് പുറത്ത് പോകേണ്ടി വന്നു. ഞാൻ ആകെ ടെൻഷൻ അടിച്ചു. വേഗം വരാൻ വേണ്ടി വേഗം പോയതായിരുന്നു കേട്ടോ. 12:30 ഞാൻ അവിടുന്ന് ഒഴിവായത്. ഞാൻ വേഗം വന്നു. പ്രച്ചോനിന്റെ ടോപ്പിക് കഴിയണം ആവശ്യം, പക്ഷെ കഴിഞ്ഞില്ല. ഭാഗ്യം. അടുത്ത ക്ലാസ്സിലല്ലേ? അടുത്ത ക്ലാസ്സിലാണ് കേട്ടോ. അടുത്ത ക്ലാസ്സിലെ ഗ്രൂപ്പ് നമ്പർ 2 എല്ലാവരും വേണം. മാക്സിമം അത് നോക്കാം, എല്ലാവരും ജോയിൻ ചെയ്യാൻ നോക്കാം. ഓക്കെ, that's all. So let's find a place class. Sign out പറയൂ. സൈൻ ഔട്ട് ഇല്ല, പറയൂ. ഇല്ലേ, ആരുമില്ലേ? എന്താണ്? If you want to be happy, you need to set your mind happiness. നിങ്ങൾക്ക് സന്തോഷവാനായി ഇരിക്കണമെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ സന്തോഷിപ്പിക്കേണ്ടതുണ്ട്. സൈൻ അപ്പ് ബൈ താഹിറ. ഓക്കെ, താങ്ക് യു ഓൾ. ഇനി ഫ്രൈഡേ വരുമ്പോ കുറച്ചുകൂടെ കാര്യങ്ങൾ ഞാൻ പറയാം ക്ലാസ്സിനെ പറ്റിട്ടോ. എനിക്ക് പറയാൻ ടൈം കിട്ടിയില്ലല്ലോ, നിങ്ങൾ ഫുൾ ഡേ നിങ്ങൾക്ക് ക്ലാസ് ആയിരുന്നു. സോ എനിക്ക് ടൈം കിട്ടിയില്ല. അടുത്ത ക്ലാസ്സിൽ കുറച്ചുകൂടെ നമുക്ക് കാര്യമായിട്ടൊക്കെ സംസാരിക്കാം. ഓക്കെ, സോ താങ്ക് യു ഓൾ. സീ യു ഓൺ ദി നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, ബൈ. താങ്ക് യു Okay, bye. Thank you, ma'am.